പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരുമിച്ച് കൂടുവാനായിട്ടുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ മീറ്റിങ്ങിൻ്റെ മുൻപ് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തി. അതായത് ഒരു 10 മിനിറ്റ്സ് വരുന്ന ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മളത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോയിൽ നമ്മൾ പരാമർശിച്ച കാര്യങ്ങൾ പലർക്കും മനസ്സിലായില്ല വേണ്ട വിധത്തിൽ. അത് സോഷ്യൽ മീഡിയ തന്നെ പലരും കമൻറ്റുകളൊക്കെ എഴുതുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്ക് പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ലെന്ന്. അതുപോലെ തന്നെ അത് കേട്ട പല സഹോദരങ്ങളോടും ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തു മനസ്സിലായെന്ന്. അപ്പോൾ പലർക്കും വേണ്ട വിധത്തിൽ മനസ്സിലായില്ല. എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്, ഒരു ക്രൈസ്തവൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിക്കണം. നമ്മൾ സഭയെക്കുറിച്ച് പഠിക്കുന്ന പോലെ ക്രിസ്തുവിനെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ അടുത്തും അകലെയും നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ബൃഹത്തായ സബ്ജക്റ്റാണ്. ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞ് ഇങ്ങനെ പറയും ഞാൻ, ഇസ്രായേൽ ഒരു വിസ്മയമാണ്. ഒരു വിസ്മയമാണ്. വിസ്മയം എന്നുള്ള വാക്ക് കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാം, അവരൊരു വിസ്മയം തന്നെയാണ്. അസൽ വിസ്മയം തന്നെയാണ്. അത് നമ്മുടെ പ്രിയപ്പെട്ടവർ വേണ്ട വിധത്തിൽ അന്വേഷിക്കുന്നില്ല, പഠിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം വന്നു. അതുപോലെ തന്നെയാണ് പബ്ലിക്കിൽ നിന്നും കിട്ടിയ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഷോർട്ട് വീഡിയോ പലർക്കും മനസ്സിലായില്ലെന്ന് പറഞ്ഞല്ലോ. നമ്മളതിൽ പറയാനായിട്ട് പരിശ്രമിച്ചൊരു കാര്യം ഇത്രയേ ഉള്ളൂ. ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജനം തന്നെയാണ്. എന്നാൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് എൻ്റെ സഭയാണ്. അതിലപ്പുറം വേറെ ഒന്നുമില്ല. സഭയെന്ന് പറയുന്നതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഇസ്രായേലിൽ നിന്നുള്ളവരും ബാക്കി മറ്റ് സമൂഹങ്ങളിൽ നിന്നുള്ള സകല ജനവും കൂടെ ഒത്തുകൂടുന്നതാണല്ലോ, അല്ലേ? ബാക്കി സകല സമൂഹങ്ങളിൽ നിന്നുമുള്ള ജനവർഗ്ഗങ്ങൾ ഒത്തുകൂടിയ ഒരു സംഘത്തെയാണ് സഭയെന്ന് നമ്മൾ വിളിക്കുന്നത്. ഇസ്രായേൽ ദൈവത്തിന് പ്രിയജനമാണ്, വാക്തത്വമുള്ളവരാണ്. എന്നാൽ അതിലൊക്കെ അപ്പുറമാണ് സഭയെന്ന് പറയുന്നത്. അപ്പോൾ സഭയും ഇസ്രായേലും കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. അത് രണ്ടും രണ്ട് രീതിയിൽ പഠിക്കണം. വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമാണ്. ഇസ്രായേലിന് ഒരു രാഷ്ട്രം എന്ന നിലയിലാണ് കാണുന്നത്. അതേസമയം സഭ എന്ന് പറയുന്നത് ആത്മീയമായൊരു അനുഭവമാണ്. ആത്മീയ ദൈവരാജ്യത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ പറഞ്ഞതിനെ പലരും ക്രിട്ടിസൈസ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഇസ്രായേൽ എന്ന് പറയുന്നൊരു ജനവർഗം ഇനി ചരിത്രത്തിലില്ല, ദൈവം അവരെ കരുതുന്നില്ല എന്ന നിലയിലൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ആ വീഡിയോ കേൾക്കുന്ന ഒരാൾക്ക് പോലും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനവർഗം ഇന്ന് പൊളിറ്റിക്കലി തളിർത്തിട്ടുണ്ട്. അതായത് രാഷ്ട്രീയമായി തളിർത്തു. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം സ്ഥാപിതമായി. അതേസമയം അവർ മുന്തിരിവള്ളി എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, അതായത് ആത്മീയ നിലയാണ് മുന്തിരിവള്ളി കാണിക്കുന്നത്. ഒലിവ് കാണിക്കുന്ന അവരുടെ പൗരോഹിത്യത്തെയാണ്. അപ്പോൾ മുന്തിരിവള്ളി എന്ന നിലയിൽ അവർ തളിർത്തിട്ടില്ല. അവർ രാഷ്ട്രീയമായി അവർ ആത്മീയമായി തളിർത്തിട്ടില്ല. ആ കാര്യങ്ങളാണ് നമ്മളവിടെ പറഞ്ഞത്. ആ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. അതിലൊരു മാറ്റവും. വിശുദ്ധ ബൈബിൾ പഠിക്കുന്ന ഏതൊരാൾക്കും ആ കാര്യങ്ങൾ മനസ്സിലാകും. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ഇപ്പോൾ ഇസ്രായേൽ ഇന്നായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. പല ആളുകളും ഇസ്രായേലിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ട്. അവർ മനുഷ്യക്കുരുതി നടത്തുന്നു, അല്ലെങ്കിൽ അവർ സ്ത്രീകളെയും കുട്ടികളെയും ബോംബിടുന്നു. ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ, ആരോപണങ്ങൾ അവരുടെ മേൽ ചൊരിയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വളരെ നിഷ്പക്ഷമായിട്ടാണ് സംസാരിക്കുന്നത്. നീതിയുടെ ഭാഗത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നീതിയുടെ ഭാഗം. അപ്പോൾ അത് കേൾക്കുന്ന മറ്റുള്ളവർ ചിന്തിക്കും നമ്മൾ ഈ തീവ്രമായി ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ കൂടുമെന്ന്. അങ്ങനെയല്ല. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് നീതിയുടെ ഭാഗത്ത് നിന്നാണ് സംസാരിക്കാൻ കഴിയുള്ളൂ. കാരണം നീതിയും ന്യായവും വിട്ടുകളഞ്ഞിട്ട് ഒരു ക്രൈസ്തവ ജീവിതം നമുക്ക് സാധ്യമല്ല. ആ കാരണത്താൽ ഇതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ 20-25 അതിലധികമോ വീഡിയോസ് ഇസ്രായേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്.
ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വിശദമായി പറയുകയും പഠിപ്പിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്ത വീഡിയോസാണുള്ളത്. സമഗ്രമായ പഠനങ്ങളിലേക്ക് നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അതായത് എല്ലാ ഭാഗങ്ങളും കൂട്ടിമുട്ടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പഠിച്ചത്, ചിന്തിച്ചത്. ചില മനുഷ്യരെ സംബന്ധിച്ച് അവർ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം മാത്രം അടർത്തി എടുത്തുകൊണ്ട് പറയും. ചുറ്റുപാടുമുള്ള മറ്റ് മതസ്ഥരായ ആളുകളും ഒക്കെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളും പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്. അവർ വിശുദ്ധ ബൈബിളിൻ്റെ ആഴം മനസ്സിലാക്കാതെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ബൈബിളിനെയൊക്കെ കോട്ട് ചെയ്ത് തന്നെ ചില കാര്യങ്ങൾ ചിലർ പറയും. അത് ബൈബിളിൻ്റെ ആകത്തുക മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ശരിക്കും നമ്മൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട പഠനത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം മെസോപ്പൊട്ടോമിയയിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന ആ ഒരു കാലം മുതൽ ആ പഠനം ശരിക്കും മുൻപോട്ട് വരികയാണ്. എന്നാൽ അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്ക്, ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബ്, യാക്കോബിൻ്റെ 12 മക്കളെ, അവരെയാണ് പൊതുവെ ഇസ്രായേലിൽ എന്ന് വിളിക്കുന്നത്, അവരെ സംബന്ധിച്ചൊരു പ്രവചനം അബ്രഹാമിനോട് ദൈവം ചെയ്തിരുന്നു. അതായത് നിന്റെ സന്തതി അവർ അന്യദേശത്ത്, അതായത് മിസ്രൈം എന്ന് പറയുന്ന ആ ദേശത്ത് ദീർഘകാലം പ്രവാസത്തിൽ കിടക്കും, അവർ അടിമത്തത്തിൽ കിടക്കും എന്ന കാര്യം അബ്രഹാമിനോട് മുന്നമേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കാര്യം വിശുദ്ധ തിരുവെഴുത്തിലെ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലുണ്ട്. ഞാൻ ബൈബിളിലെ എല്ലാ വാക്യങ്ങളും വായിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല, കാരണം സമയക്കുറവുള്ളതുകൊണ്ട്. ചിലതൊക്കെ ഇങ്ങനെ ഓടിച്ചു പറഞ്ഞു പോവും. ആ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടവർക്ക് ആ ചാപ്റ്ററുകളിൽ പോയി കാര്യങ്ങളെ അന്വേഷിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അതായത് അവർ കനാൻ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മിസ്രൈം എന്ന് പറയുന്ന ഈജിപ്തിലേക്ക് അവർ കടന്നുപോയത്. അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് കനാനിൽ ക്ഷാമം വന്നു, കൊടിയ ക്ഷാമം വന്നപ്പോഴാണ് അവർക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നത്. അവർ മിസ്രൈമിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ സ്വന്തം ദേശം എന്ന് പറയുന്ന കനാൻ ദേശമാണ്. അപ്പോൾ ആ കനാൻ ദേശം എങ്ങനെ അവരുടേതായി മാറി എന്ന് ചോദിച്ചാൽ, ആ കനാൻ ദേശം അബ്രഹാമിന് കൊടുക്കാമെന്ന് പറഞ്ഞ് വലിയവനായ ദൈവം അബ്രഹാമിനെ മെസോപ്പൊട്ടോമിയയിൽ നിന്ന് വിളിച്ചിറക്കി കനാനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ കനാനിൽ വന്ന് അതിൻ്റെ ഒരു ഭാഗത്ത് അബ്രഹാം താമസിക്കുന്നു. അങ്ങനെ താമസിക്കുന്ന സമയത്ത് പിന്നീട് അവിടെയുള്ള ചുറ്റുപാടുമുള്ള രാജാക്കന്മാരുമായിട്ടൊരു വലിയ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ അബ്രഹാം ആ ദേശത്തുള്ള, അതായത് ഈ കനാൻ എന്ന് പറയുന്ന ഇന്നത്തെ മോഡേൺ ഇസ്രായേൽ ടെറിട്ടറി, ആ ഭാഗങ്ങൾ, അതുപോലെ തൊട്ടടുത്തുള്ള സിറിയ, ലെബനോൻ, ഇറാൻ്റെ തൊട്ടടുത്തുള്ള ഇറാഖിൻ്റെ ഏതാണ്ടൊരു പാതി ഭാഗം, ആ അത്രയും ഭാഗങ്ങളെല്ലാം താൻ യുദ്ധത്തിൽ പിടിച്ചെടുത്തു. യുദ്ധത്തിൽ പിടിച്ചെടുത്ത് ആ രാജാക്കന്മാരെയൊക്കെ കീഴടക്കി. അത് അന്നത്തെ കാലത്തെ രീതി അനുസരിച്ച് അങ്ങനെ രാജാക്കന്മാരെ കീഴടക്കി കഴിഞ്ഞാൽ അത് പിന്നെ അവരുടെ അവകാശമായിട്ട് മാറും. അങ്ങനെ അബ്രഹാം ആ ദേശത്ത് പാർത്തു. പിന്നത്തേതിലാണ് തൻ്റെ കൊച്ചുമക്കൾ, ആ തലമുറകൾ ഇങ്ങനെ ഈജിപ്തിലേക്ക് അടിമത്തത്തിൽ പോകേണ്ടി വന്നത്. അങ്ങനെ അവർ അടിമത്തത്തിലേക്ക് പോയെങ്കിലും പിന്നത്തേതിൽ അവരെ അവിടെ നിന്ന് മടക്കി കൊണ്ടുവരുമെന്ന് അന്ന് അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ പ്രകാരം അതിൻ്റെ സമയമായപ്പോൾ സർവശക്തനായ ദൈവം ഈ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് മടക്കി കൊണ്ടുവരുവാൻ ഒരു നായകനെ അയക്കുകയാണ്. അതാണ് മോശ എന്ന് വിളിക്കുന്ന മോസസ്. അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം അവിടെ നിന്ന് പുറപ്പെട്ടു വരികയാണ്. ആ പോരുന്ന വഴിയൊക്കെ ബൈബിളിലുണ്ട്. അതായത് ചെങ്കടലൊക്കെ കടന്ന് മരുഭൂമിയിലൂടെ സഞ്ചരിച്ച്, മരുഭൂമി എന്ന് പറയുന്നത് ഇന്നത്തെ മോഡേൺ സൗദി അറേബ്യയിലൂടെയാണ് ഈ സഞ്ചരിച്ചു വരുന്നത് മരുഭൂമി എന്ന് പറയുന്നത്. അവിടെ നിന്ന് മുൻപോട്ട് വന്ന് ഇന്ന് കാണുന്ന ജോർദാൻ്റെ ഭാഗങ്ങളിലൂടെയാണ് അവർ സഞ്ചരിച്ച് അവർ യോർദാൻ കടന്ന് യെരിഹോ വഴി അവർ കനാൻ ദേശത്തേക്ക് പിന്നത്തേതിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ കനാൻ ദേശത്തിലേക്ക് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പള്ളിയിലച്ചന്മാരും ചില മെത്രാച്ചന്മാരും, അതായത് ഈ ഓർത്തഡോക്സ് സമൂഹത്തിലെയൊക്കെ മെത്രാച്ചന്മാരൊക്കെ അതിനെതിരെ ഭയങ്കരമായി അവർ സംസാരിക്കുന്ന വീഡിയോസൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്. അത് വലിയ അന്യായമായി പോയി. അവരുടെ ഇടയിലുള്ള പാണ്ഡിത്യമുള്ള ആളുകളൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മുൻ DGP സംസാരിച്ച കാര്യങ്ങൾക്കൊക്കെ നമ്മളും മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് അന്യായമാണ്, അവിടെയുള്ള ആളുകളെ പുറത്തിറക്കി വിട്ടു എന്നൊക്കെ. അതിനൊക്കെ വ്യക്തമായ ആൻസറുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളവരാണ്. ഞാൻ വിശദമായി പറയുന്നില്ല. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്, അവരുടെ അതിക്രമം തികയാൻ സമയമായിട്ടില്ല, അത് തികയുന്നവരെ ദൈവം നോക്കിയിരിക്കുകയാണ്. അതിനിടയിൽ അവർക്ക് മനസാന്തരപ്പെടുവാനും ക്രമീകരിക്കപ്പെടുവാനും ഒക്കെയുള്ള നല്ല അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊടുത്തു, ആ തദ്ദേശീയർക്ക്, അവിടുത്തെ ലോക്കൽസിന്. പക്ഷേ അവർ അതൊന്നും കൂട്ടാക്കിയില്ല. അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പാടില്ലേ എന്നൊരു ചോദ്യം വേണേൽ ചോദിക്കാം. ആ ചോദ്യത്തിന് മറുപടി ഇത്രയേ ഉള്ളൂ, ഈ മുഴുഭൂമിയുടെയും ഉടമസ്ഥൻ എന്ന് പറയുന്നത് അതിൻ്റെ സൃഷ്ടാവായ ദൈവമാണ്. തനിക്ക് ബോധിച്ചവർക്കാണ് താൻ ഓരോരോ ഭാഗങ്ങൾ കൊടുക്കുന്നത്.
മാനവവർഗത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു വലിയ പഠനമുണ്ട് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ. അവിടെയാണ് ലോകരാഷ്ട്രങ്ങൾ ഉദിച്ചു വരുന്നതും ഈ ജനവർഗ്ഗങ്ങൾ ഓരോരോ ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു പോയതും അവരുടെ അവകാശ ദേശം എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളെ തിരിച്ചു കൊടുത്ത കാര്യങ്ങൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിലാണ് കാണുന്നത്. എല്ലാവർക്കും അവരവരുടെ അവകാശ ദേശങ്ങൾ കൊടുത്തു. അങ്ങനെ ഈ കനാൻ ദേശത്ത് പാർത്തിരുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ഒരു സൃഷ്ടാവായ ദൈവം ഉണ്ടെന്നോ അല്ലെങ്കിൽ അവരുടെ മനസാക്ഷിക്ക് ഒത്തവണ്ണോ ഒരു ജീവിതമോ അവർ ജീവിച്ചില്ല. അവർ വളരെ മ്ലേച്ഛമായി ജീവിച്ചു. അതുകൊണ്ട് ബൈബിളിലെ ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേലിനോട് പറയുന്നൊരു ഭാഗമുണ്ട്. അതായത് നിങ്ങൾ പാർത്തിരുന്ന മിസ്രൈം എന്ന് പറയുന്ന ഈജിപ്തിലെ ആ ജീവിത രീതി പോലെ ജീവിക്കരുത്. ഇപ്പോൾ നിങ്ങൾ കടന്നു വരുന്ന ഈ കനാൻ ദേശത്തെ ജാതികളുടെ സ്വഭാവം അനുകരിക്കരുത്, അവരുടെ രീതികൾ നിങ്ങൾ പിന്തുടരരുത് എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അതാണ് തുടക്കത്തിൽ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അതേ അധ്യായം 18-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 28 വരെ നീണ്ടു കിടക്കുന്ന ആ ഭാഗത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 24-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണുന്നത്, ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികൾ ഇവയാലൊക്കെയും തങ്ങളെ തന്നെ അശുദ്ധമാക്കിയിരിക്കുന്നു. ദേശം അശുദ്ധമായി തീർന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകൃത്യം അതിൻ്റെ മേൽ സന്ദർശിക്കുന്നു. ദേശം തൻ്റെ നിവാസികളെ ഛർദ്ദിച്ചു കളയുന്നു. ഈ മ്ലേച്ഛതയൊക്കെയും നിങ്ങൾക്ക് മുമ്പേ ആ ദേശത്തുണ്ടായിരുന്ന മനുഷ്യർ ചെയ്തു. ദേശം അശുദ്ധമായി തീർന്നു. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ജാതികളെ ദേശം ഛർദ്ദിച്ചു കളഞ്ഞതുപോലെ നിങ്ങളതിനെ അശുദ്ധമാക്കിയിട്ട് നിങ്ങളെയും ഛർദ്ദിച്ചു കളയാതിരിപ്പാൻ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കണം. ഏറ്റവും അവസാനം വായിച്ച ആ ലൈൻ ഒന്ന് ഓർത്തിരിക്കണം. നിങ്ങൾ എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കണം, അല്ലെങ്കിൽ നിങ്ങളെയും ഇതുപോലെ തന്നെ ചെയ്യും. എന്താ സംഭവിച്ചത്? ആ ദേശത്ത് പാർത്തിരുന്ന ജനങ്ങൾ വളരെ മ്ലേച്ഛമായി ജീവിച്ചു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെന്തല്ല ചെയ്തത്? അവർ വലിയവനായ ദൈവത്തെ കോപിപ്പിക്കുമാറ് വൻകാര്യങ്ങളാണ് ചെയ്തത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അവർ ചില ദേവീദേവന്മാരെയൊക്കെ സങ്കല്പിച്ചുണ്ടാക്കിയിട്ട് അവർക്ക് ബോധിച്ചതുപോലെ അവർക്കുണ്ടായ കുഞ്ഞുങ്ങളെയൊക്കെ അഗ്നിപ്രവേശം ചെയ്യിച്ചു. അതായത് ദേവന്മാർക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ തീയിൽ ബലിയർപ്പിക്കുന്ന ഒരു രീതിയാണ് അഗ്നിപ്രവേശം എന്ന് പറയുന്നത്. അതൊക്കെ സൃഷ്ടാവായ ദൈവത്തിന് അംഗീകരിക്കാവുന്ന കാര്യമല്ല. അങ്ങനെ പലവിധമായ മ്ലേച്ഛതകൾ, പിന്നെ പറയാൻ കൊള്ളാത്ത ഒത്തിരി കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ അവർ ജീവിച്ചു എന്ന കാരണത്താലാണ് ദേശം അവരെ ഛർദ്ദിച്ചു കളഞ്ഞു എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വന്നു. ദൈവം അവരെ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞു. പുരാതന കാലത്ത് അവരെ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നീട് വെളിയിലെങ്ങും 5 സെൻറ്റ് സ്ഥലം പോലും കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ മനുഷ്യർ ഇടതിങ്ങി പാർക്കുന്ന ഒരു കാലമല്ലാതെ അവർക്ക് വിശാലമായ സ്ഥലങ്ങൾ വേറെ കിടക്കുന്നു. ആ വിശാലമായ സ്ഥലങ്ങളിലേക്ക് അവർക്ക് മാറി പാർക്കാനായിട്ട് അവസരമുണ്ട്. ഇത് ഒരു ദൈവികമായ ഒരു ശിക്ഷ അവരുടെ മേൽ വന്നു. തൽസ്ഥാനത്തേക്കാണ് ഇസ്രായേലിയർ എന്ന് പറയുന്ന ഈ 12 ഗോത്രക്കാരെയും പ്രവേശിപ്പിക്കുന്നത്. അവർക്ക് കൊടുത്ത മുന്നറിയിപ്പാണ്, നിങ്ങൾ എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കണം. അങ്ങനെ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിച്ചില്ലെങ്കിൽ നിശ്ചയമായും നിങ്ങളും അതുപോലെ ഛർദ്ദിക്കപ്പെടും, ഈ ദേശത്ത് നിന്ന് പോകേണ്ടി വരും എന്നുള്ളതാണ് അവരോട് പറയുന്നത്. അപ്പോൾ അത് ലേവ്യ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ സഹോദരങ്ങളോട് പറയട്ടെ. ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഈ വക കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു ക്രൈസ്തവൻ ശരിയാവണ്ണം ബൈബിളിൻ്റെ കവർ ടു കവർ പരിശോധിക്കും, അതിൻ്റെ ആദിയോടന്തം പരിശോധിക്കും. അങ്ങനെ ആദിയോടന്തം പരിശോധിച്ചിട്ടാണ് കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ അവർ കനാൻ ദേശത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ പ്രവേശിക്കുന്നതിന് മുൻപ് അവർ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവരുടെ നായകനായിരുന്ന മോശ വഴി അവർക്ക് കൊടുത്ത പ്രമാണങ്ങളുണ്ട്. അതിൽ ഒരു ഭാഗമാണ് ആവർത്തന പുസ്തകം അഥവാ ഡ്യൂട്രോണമി എന്ന് പറയുന്ന പുസ്തകം. അതിൻ്റെ 28-ാം അധ്യായം എടുക്കുമ്പോൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ 2 പ്രധാനപ്പെട്ട വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങളെക്കുറിച്ച് ഒരു സൂചന തന്നുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. അതായത് 28-ാം അധ്യായത്തിൻ്റെ 49ഉം 50ഉം വാക്യങ്ങളാണ് നമുക്ക് തുടക്കത്തിലൊന്ന് വായിക്കേണ്ടത്. യഹോവ ദൂരത്ത് നിന്ന് ഭൂമിയുടെ അറുതിയിൽ നിന്ന് ഒരു ജാതിയെ കഴുകൻ പറന്നു വരുന്നത് പോലെ നിന്റെ മേൽ വരുത്തും. അവർ നീ അറിയാത്ത ഭാഷ പറയുന്ന ജാതി. പ്രിയ സ്നേഹിതരെ, ബൈബിളിൻ്റെ നിസ്തുല്യതയാണ് ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമി വഴിയായി കനാനിലേക്ക് കടന്നിട്ടില്ല, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മരുഭൂമി വഴിയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവർ കനാനിലേക്ക് അഥവാ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അതിനു മുമ്പ് പ്രവചന സ്വരത്തിൽ അവരോട് സംസാരിക്കുന്ന ഭാഗമാണിത്. അതായത് ഈ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം മുതൽ
നമ്മൾ പഠിക്കുമ്പോൾ അനവധിയായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചില്ലെങ്കിൽ അവരുടെ മേൽ വരുന്ന ശാപങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, അവർക്ക് വരുന്ന ദുരിതങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ 49 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് ഒരു നേഷൻ അവരുടെ മേൽ കഴുകൻ പറന്നു വരുന്നത് പോലെ പറന്നു വരും, അവർ നീ അറിയാത്ത ഭാഷ പറയുന്ന ജാതി. അതിൻ്റെ 50 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് അവർ വൃദ്ധനെ ആദരിക്കുകയോ ബാലനോട് കനിവ് തോന്നുകയോ ചെയ്യാത്ത ഉഗ്രമുഖമുള്ള ജാതി. ഉഗ്രമുഖമുള്ള ജാതി. ഇപ്പോൾ വായിച്ച 50 വാക്യത്തിലെ ആ ഉഗ്രമുഖമുള്ള, യാതൊരു കനിവും ദയയും മനസ്സലിവും ഒന്നുമില്ലാത്ത ആ പറയപ്പെട്ട ആ രാഷ്ട്രത്തിലെ അവരുടെ കൊച്ചുമക്കൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ, അവരാണ് പറയുന്നത് ഇസ്രായേൽ ഒരു പൈശാചിക രാജ്യമാണ്. യാതൊരു കനിവും മനസ്സലിവും ഇല്ലാത്ത, ഒരു ദയയില്ലാതെ പെരുമാറുന്ന ആ പറയപ്പെട്ട സമൂഹത്തിൻ്റെ പിൻഗാമികൾ ഇന്നത്തെ കാലത്ത് ഇസ്രായേലിനെ കുറിച്ച് ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കും. അവർ സ്ത്രീകളെയും കുട്ടികളെയും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും. സത്യത്തിൽ അതൊക്കെ നമ്മൾ നേരാവണ്ണം പരിശോധിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളെയും കുട്ടികളെയും ഷീൽഡ് പോലെ, കവചം പോലെ നിർത്തിക്കൊണ്ട് തീവ്രവാദികളായ ആളുകൾ അവരുടെ നടുവിൽ വസിക്കുമ്പോൾ ബോംബ് വന്നു വീഴുമ്പോൾ എല്ലാവരും കൂടെ മരിക്കില്ലേ? തീവ്രവാദിയും മരിക്കും, സ്ത്രീയും കുട്ടിയും ഇനി വൃദ്ധനും ആരാണെന്ന് വെച്ചാൽ എല്ലാവരും അതിനകത്ത് പെട്ടുപോകും. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ ഒരു യുദ്ധം നടക്കുമ്പോൾ ജനത്തോട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജനം മാറണം, യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വരണം. അതാണല്ലോ അതിൻ്റെ ഒരു യുദ്ധമര്യാദ എന്ന് പറയുന്നത്. യുദ്ധം നടക്കുന്ന, ബോംബുകൾ വീഴുന്ന, പീരങ്കികൾ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇത് എൻ്റെ അവകാശ ദേശമാണ്, ഞാനിവിടെ കിടക്കുമെന്ന് പറഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് യുദ്ധം ചെയ്യുന്ന രണ്ട് കക്ഷികളുണ്ടല്ലോ, ആ കക്ഷികൾ തമ്മിലുള്ള വൈരം ഭയങ്കരമാണെങ്കിൽ മറ്റുള്ളവർക്ക് അതിൻ്റെ ദോഷം സംഭവിക്കും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എനിവേ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്രായേൽ വാഗ്ദത്ത ഭൂമിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പ്രവചന സ്വരത്തിൽ പറയാണ്, നിങ്ങൾ ആ വാഗ്ദത്ത ഭൂമിയിൽ എത്തിയതിന് ശേഷം അവിടെ രാജ്യം നിങ്ങൾക്ക് സ്ഥാപിതമായി ലഭിക്കും. അത് സ്ഥാപിതമായതിന് ശേഷം നിങ്ങൾക്ക് രാജാക്കന്മാരുണ്ടാകും. അങ്ങനെ കാലങ്ങൾ ഒത്തിരി മുൻപോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളും വചനങ്ങളും പ്രമാണിക്കാതെ മുൻപോട്ട് പോകുമ്പോൾ ഒരു ജാതി അഥവാ ഒരു രാഷ്ട്രം നിങ്ങളുടെ മേൽ കഴുകൻ പറന്നു വരുന്ന പോലെ പറന്നു വന്ന് നിങ്ങളെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെയല്ലേ കണ്ടത്? അതെ, അവർ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകും, പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും. അവരെക്കുറിച്ചാണ് വായിച്ചത്. അവർ വൃദ്ധനെ ആദരിക്കുകയോ ബാലനോട് കനിവ് തോന്നുകയോ ചെയ്യാത്ത ഉഗ്രമുഖമുള്ള ജാതിയാണെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അതേ അധ്യായത്തിൻ്റെ 64 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെ ഇടയിൽ ചിതറിക്കും. അവിടെ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തവയായി മരവും കല്ലും കൊണ്ടുള്ള അന്യദൈവങ്ങളെ നീ സേവിക്കും. ആദ്യം നമ്മൾ വായിച്ച 49 വാക്യപ്രകാരം ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോകും. അതാണ് ബാബേൽ പ്രവാസം എന്ന് നമ്മൾ പറയുന്നത്. ബാബേൽ പ്രവാസം എന്ന് പറയുന്നത് ഏതാണ്ട് 70 വർഷക്കാലമാണ്. അത് കഴിഞ്ഞവർ മടങ്ങി വന്ന് ദീർഘകാലം ഈ കനാൻ ദേശത്ത് പാർക്കും. അങ്ങനെ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഭൂജാതനാകുന്ന കാലത്തും കനാൻ ദേശത്ത് ഇസ്രായേലുണ്ട്, അഥവാ യഹൂദ ജനം ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ് പിന്നത്തേതിൽ ഏകദേശം AD 70 അവർ ലോകം മുഴുവനും ചിതറിപ്പോയി എന്നുള്ള ചരിത്രം നമുക്കെല്ലാം അറിയാം. ആ കാര്യം സംഭവിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ട് മുമ്പ് ബൈബിൾ പ്രവചിച്ചിരിക്കുകയാണ്. എന്താ പ്രവചിച്ചത്? യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെ ഇടയിൽ ചിതറിക്കും. അവിടെ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തവയായി മരവും കല്ലും കൊണ്ടുള്ള അന്യദൈവങ്ങളെ നീ സേവിക്കും. ഒരു ദുരന്തമായി തീരുമെന്നുള്ളതാണ് ആ വാക്യത്തിലൂടെ പറഞ്ഞുകൊണ്ടുവരുന്നത്. ഇസ്രായേൽ പിന്നത്തേതിൽ ചെതറും. അത് ഒരു രാജ്യത്തിലേക്കല്ല, ഭൂതലം മുഴുവനും ചിതറിപ്പോവും. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറും. അപ്പോൾ 2 ചിതറൽ നമ്മൾ കാണുകയാണ്. ആദ്യത്തെ പ്രവാസം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിലേക്കാണ്, അഥവാ ബാബേലിലേക്കാണ് പോകുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു ആത്മീയ കാര്യമാണ്. അങ്ങനെ ഒരു പ്രവാസത്തിലേക്ക് പോകാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ വിഗ്രഹാരാധനയാണ്. നോട്ട് ചെയ്തോ? അങ്ങനെ ആ 1ാമത്തെ പ്രവാസത്തിലേക്ക് പോകാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവരുടെ വിഗ്രഹാരാധനയാണ്. അത് കഴിഞ്ഞ് കാലാന്തരത്തിൽ ഈ ഏകദേശം AD 70 ബന്ധത്തിൽ റോമക്കാർ ലോകം ഭരിക്കുന്ന കാലത്ത് ഇസ്രായേൽ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറിപ്പോയി നമ്മൾ പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു കാരണം പഠിച്ചു വരുമ്പോൾ പല കാരണങ്ങളുണ്ടെങ്കിലും വ്യക്തമായ ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ കപടഭക്തിയായിരുന്നു. അവരുടെ കപടഭക്തിയെക്കുറിച്ച് പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
അവരുടെ ഇടയിലുള്ള പ്രമുഖരായ ആത്മീയ നേതാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള പ്രമുഖമായ ആത്മീയ നേതൃത്വങ്ങൾ അവരെ വേണ്ട വിധത്തിൽ ആത്മീയമായി പരിപോഷിപ്പിച്ച് നടത്തിയില്ല. കപടഭക്തിയിലായിരുന്നു അവരുടെ പുരോഹിതന്മാരും പ്രവാചകന്മാരും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണിമാരെല്ലാം സഞ്ചരിച്ചിരുന്നത്. യേശു ക്രിസ്തു വളരെ ശക്തമായി അവരെ ആ കാര്യം ഓർമ്മിപ്പിച്ചിരുന്നു. അവർ മനസാന്തരപ്പെടാൻ കൂട്ടാക്കിയില്ല. ഇങ്ങനെ ബഹുവിധമായ കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ആ കാരണത്താൽ അവർ ലോകം മുഴുവനും ചിതറിപ്പോയി. അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്, ഒരു ക്രൈസ്തവൻ ബൈബിൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു വരികയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പറയുന്നത്. ഇസ്രായേൽ ഈ വാഗ്ദത്ത ഭൂമിയിൽ കാല് വെച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെയാണ് പറയുന്നത് അവർ ഒരു രാജ്യത്തിലേക്ക് പ്രവാസത്തിലേക്ക് പോവും. പിന്നത്തേതിൽ പറയാണ് അവരവിടെ നിന്ന് മടങ്ങി വരും. മടങ്ങി വന്ന് ദീർഘകാലത്തിന് ശേഷം അവർ ലോകം മുഴുവനും ചിതറിപ്പോകുമെന്ന്, മുഴു ലോകത്തിലേക്കും അവർ ചിതറിപ്പോകുമെന്നുള്ള കാര്യം പറയാണ്. അങ്ങനെ ചിതറിപ്പോയ ആ ജനത്തെ പിന്നീട് മടക്കി കൊണ്ടുവരുമെന്ന് തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം പറയുകയാണ്. ഇനി ഞാൻ വേഗം സീരിയസ് ആയ കാര്യങ്ങളിലേക്ക് പറഞ്ഞു വന്ന് നമ്മുടെ ഈ ഭാഗം അവസാനിപ്പിക്കാം. അങ്ങനെ ലോകം മുഴുവനും ചിതറിപ്പോയ യഹൂദന്മാരെ മടക്കി വരുത്തുന്നതിനോടുള്ള ബന്ധത്തിൽ ധാരാളം പ്രവചനങ്ങൾ പുസ്തകത്തിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രവചനങ്ങൾ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാരാണ് യെശയ്യാവ്, യിരെമ്യാവ്, യെസക്കിയേൽ മുതലായ പ്രവാചകന്മാർ. അത് കഴിഞ്ഞ് യോവേൽ, ആമോസ്, അതുപോലെ സെഫന്യാവ്, അതുപോലെ സെഖരിയാവ്, ഇങ്ങനെയുള്ള മറ്റ് പ്രവാചകന്മാരെല്ലാം ഇവരുടെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ നമ്മളതെല്ലാം വളരെ സുദീർഘമായി ചിന്തിച്ച ആൾക്കാരാണ്. ആ മെസ്സേജുകളെല്ലാം യൂട്യൂബിലുണ്ട്. വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ള മെസ്സേജുകളാണ്. കേൾക്കാനും പഠിക്കാനും ആഗ്രഹമുള്ളവർക്ക് അവിടെ പോയാൽ അത് കാണാനായിട്ട് കഴിയും. അപ്പോൾ അവരങ്ങനെ ലോകം മുഴുവൻ ചിതറിപ്പോയവർ മടങ്ങി വരും എന്നുള്ള കാര്യമാണ്. അങ്ങനെ അവർ ലോകം മുഴുവനും ചിതറിപ്പോയവരെ മടക്കി വരുത്തുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഓടിച്ചു പറഞ്ഞത്. എന്നാൽ ലേവ്യ പുസ്തകം 26 അധ്യായത്തിലെ ഒരു വാക്യം നിങ്ങളുടെ മുമ്പാകെ ഞാൻ കൊണ്ടുവരികയാണ്. ലേവ്യ പുസ്തകം 26 അധ്യായത്തിലെ ഒരു വാക്യം നമ്മൾ മുന്നമേ ചിന്തിച്ചിട്ടുള്ള വാക്യമാണ്. ലേവ്യ പുസ്തകം 26 അധ്യായത്തിൻ്റെ ഒരു വാക്യം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ആ വാക്യം എന്ന് പറയുന്നത്, അതായത് 26-ന്റെ 40-ഉം 41-ഉം വാക്യമാണ്. 40-ഉം 41-ഉം അതൊന്ന് വായിച്ചേ. അവർ തങ്ങളുടെ അകൃത്യവും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യവും അവർ എന്നോട് ദ്രോഹിച്ച ദ്രോഹവും അവർ എനിക്ക് വിരോധമായി നടന്നതുകൊണ്ട് ഞാനും അവർക്ക് വിരോധമായി നടന്ന് അവരെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തുകയും ഏറ്റുപറയുകയും അവരുടെ പരിച്ഛേദനയില്ലാത്ത ഹൃദയം അപ്പോൾ താഴുകയും അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ. സ്നേഹിതരെ, ഈ വായിച്ച ഈ രണ്ട് വാക്യത്തിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പുറത്തു കൊണ്ടുവരികയാണ്. അതായത് ഈ ഇസ്രായേലും അവരുടെ പിതാക്കന്മാരും ദൈവത്തോട് ചെയ്ത ദ്രോഹവും അകൃത്യവും ഒക്കെ ഇസ്രായേൽ ദൈവത്തോട് ചെയ്ത ദ്രോഹവും അകൃത്യവും അതൊക്കെ വെച്ചുകൊണ്ട് ദൈവം അവർക്ക് വിരോധമായി, അല്ലെങ്കിൽ ഈ ഇസ്രായേലും അവരുടെ പിതാക്കന്മാരും അവർ ചെയ്ത അകൃത്യവും ദ്രോഹവും ദോഷവും ഒക്കെ നിമിത്തം അവർ എനിക്ക് വിരോധമായി നടന്നുകൊണ്ട് ഞാനും അവർക്ക് വിരോധമായി നടന്ന് അവരെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തിയതും. ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒത്തിരി ചർച്ചകൾ പല കൂട്ടങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ ചർച്ച ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. വളരെ നിഷ്കരുണം, അവരെക്കുറിച്ച് മോശമായ രീതിയിലൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഈ വായിച്ച വാക്യപ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്രായേൽ അവരുടെ പിതാക്കന്മാരും ചെയ്ത അകൃത്യവും ദോഷവും നിമിത്തം ദൈവം അവർക്ക് വിരോധമായി, അതായത് അവർ ദൈവത്തിന് വിരോധമായി ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കാതെ നടന്നതുകൊണ്ട് ദൈവം അവർക്ക് വിരോധമായി. അങ്ങനെ അവരെ ശത്രുക്കളുടെ രാജ്യങ്ങളിലേക്ക് പല നിലകളിൽ അവരെ പറഞ്ഞയച്ചു. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അങ്ങനെ അവരെ ശത്രുക്കളുടെ ദേശങ്ങളിലേക്ക് അവരെ പറഞ്ഞയച്ചു. അവരെ ആ ദേശത്ത് നിന്ന് പ്രവാസത്തിലേക്കൊക്കെ പറഞ്ഞയക്കുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവരെ ശത്രുക്കളുടെ ദേശത്തേക്ക് പറഞ്ഞയക്കുമെന്നുള്ള കാര്യങ്ങൾ പ്രവചനാത്മാവിലൂടെ എഴുതി വച്ചിരിക്കുകയാണ്. പ്രവചനാത്മാവിൽ. അപ്പോൾ കാലങ്ങൾക്ക് ശേഷം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനം
ഈ 2 തവണയും പ്രവാസത്തിൽ പോകാനുണ്ടായ കാരണം അവരും ദൈവമായിട്ട് ഉള്ള ആ അകൽച്ചയാണ്. അല്ലെങ്കിൽ അവർ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കാതെ ചട്ടങ്ങളും പ്രമാണങ്ങളെയും എറിഞ്ഞു കളഞ്ഞുകൊണ്ട് അവർക്ക് ബോധിച്ചതുപോലെ നടന്നു എന്ന കാരണത്താലാണ് അവരെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും അവരെ ചിതറിച്ചു കളഞ്ഞത്. അപ്പോൾ അങ്ങനെ ചിതറിച്ചു കളയുമ്പോൾ ആ ദേശം വേക്കൻ്റായിട്ട് കിടക്കുകയാണ്. ഓർക്കണം, ഏകദേശം AD 70 അവരെ ലോകം മുഴുവനും ചിതറിച്ചെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറിച്ചു കഴിയുമ്പോൾ ആ ദേശം ശൂന്യമായി കിടക്കുകയാണ്. ആ ശൂന്യമായി കിടക്കുന്ന ദേശത്ത് പല ആളുകളും വന്ന് കുടിപാർക്കാൻ ആരംഭിച്ചു കുറേ കാലങ്ങൾക്ക് ശേഷം. അതായത് AD 70 തൊട്ട് പുറകിലൊന്നും ആളുകൾ അവിടെ വന്നെന്നല്ല അതിൻ്റെ അർത്ഥം. ഏകദേശം 1800 അതിൻ്റെ പരിസരങ്ങളിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അവിടേക്ക് ഈജിപ്ഷ്യൻസും അതുപോലെ ഈ ജോർദാനിയൻസും സിറിയയിൽ നിന്നുള്ളവരും സൗദിയിൽ നിന്നുള്ളവരും ഇറാഖിൽ നിന്നുള്ളവരും ഒക്കെയായ ആളുകൾ പതിയെ ആ സ്ഥലത്തേക്ക് കടന്നു വന്ന ആ സ്ഥലം, അതായത് ആ ഒഴിഞ്ഞു കിടക്കുന്ന പല ഭാഗങ്ങളും പിടിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ കുടിപാർക്കാനായിട്ട് ആരംഭിച്ചത്, അങ്ങനെ പറയാം. അങ്ങനെ ഈ കനാൻ ദേശത്തിൻ്റെ യെരുശലേമിലും ബത്ലഹേമിലും അതിൻ്റെ ചുറ്റുപാടും ഒക്കെയുള്ള പല ഭാഗങ്ങളിലേക്കും നമ്മൾ മേൽപ്പറഞ്ഞ ആ രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ കടന്നു വന്ന് അവിടെ കുടിപാർക്കാൻ ആരംഭിച്ചു. കുറേ കാലങ്ങൾക്ക് ശേഷം അവരെന്താ പറയുന്നത്? ഞങ്ങളിവിടെ കുടിപാർത്ത ആൾക്കാരാണ്, ഞങ്ങൾ അപ്പനപ്പന്മാരായിട്ട് ഇവിടെ ഉണ്ടായിരുന്നവരാണെന്ന്. പക്ഷേ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനെ ഒരു ശിക്ഷണ നടപടിയുടെ പേരിലാണ് അവിടെ നിന്ന് പുറത്താക്കിയത്. കനാൻ എന്ന് പറയുന്ന ആ ദേശം അവർക്ക് ശാശ്വത അവകാശമായി കൊടുത്തിരിക്കുന്നതാണ്. ആ കൊടുത്തിരിക്കുന്ന ആ ദേശത്ത് നിന്ന് അവരെ താൽക്കാലികമായി പുറത്താക്കി. അത് എത്ര വർഷത്തേക്കാണ് പുറത്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ്. അതിലൊന്നും മറ്റാരും തലയിടേണ്ട ആവശ്യമില്ല, അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം പോലുമില്ല. പക്ഷേ യേശാവിൻ്റെ മക്കൾ, അവരെയാണ് ബൈബിൾ സെയീർ പർവ്വത നിവാസികൾ എന്ന് വിളിക്കുന്നത്. അവരാണ് ഇന്നത്തെ മോഡേൺ ജോർദാനിയൻസ്, സെയീർ പർവ്വത നിവാസികൾ. അവരിൽ മെജോറിറ്റിയും അവിടെ നിന്ന് നല്ല പങ്കൊരാൾക്കാർ ഈ കനാൻ ദേശത്തേക്ക് വന്നു പാർക്കുന്നു. അവരെയാണ് പിന്നീട് ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ആളുകൾ പലസ്തീനികളെന്നൊക്കെ വിളിക്കുന്നത്. ബഹുഭൂരിപക്ഷം പേരും ജോർദാനിയൻസാണ്. അവരെയാണ് ബൈബിൾ സെയീർ പർവ്വത നിവാസികൾ എന്ന് വിളിക്കുന്നത്. അവരുടെ പിതാവിൻ്റെ പേരാണ് യേശാവ്. യാക്കോബിൻ്റെ 2 മക്കളിൽ ഇസഹാക്കിൻ്റെ 2 മക്കളിൽ ഒരുവനാണ്, അഥവാ ഇസഹാക്കിൻ്റെ 2 മക്കളിൽ ഒരുവനായ അഥവാ മൂത്തവനായ യേശാവ്. ആ യേശാവിൻ്റെ സന്തതി പരമ്പരകളാണ് ഈ ജോർദാൻ്റെ ഭാഗങ്ങളിൽ താമസിക്കുന്നത്. അവരിൽ നിന്നാണ് ഏറിയ പങ്ക് ആളുകളും ഇവിടെ വന്ന് ഇപ്പോൾ കുടിപാർത്ത് പലസ്തീനിയൻസ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെയുണ്ട്, ഇവരിൽ നിന്ന് നല്ല പങ്ക് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആ സാങ്കത്യം നിങ്ങൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. ഈ ജനത്തെ ദൈവം അവിടെ നിന്ന് ശിക്ഷണ നടപടികളുടെ ഭാഗമായി പുറത്താക്കി. അങ്ങനെ അവർ ലോകം മുഴുവൻ ചിതറിപ്പോയി. അവർ ചിതറിപ്പോകുന്നതിന് മുന്നമേ തന്നെ തൻ്റെ ദാസന്മാരായ യെശയ്യാവിലൂടെയും യിരെമ്യാവിലൂടെയും എല്ലാം പ്രവചിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ അവരെ മടക്കി വരുത്തും. അവരിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ കൊയ്ത്തും മെതിയും ഉണ്ടാകില്ല, ഇവിടെ മഞ്ഞും മഴയും ഉണ്ടാകില്ല, ഈ ദേശം മരുഭൂമിയായി പോകും എന്ന് പ്രവാചകൻ പ്രവചിച്ചിട്ടിരിക്കുകയാണ്. ഒരു ശാപം പോലെ പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇസ്രായേൽ നിമിത്തം ആ ഭൂമി പോലും അതിൻ്റെ സ്വാഭാവിക അവസ്ഥയിൽ നിന്നും മാറിപ്പോകും, മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് വരും എന്ന കാര്യം യെശയ്യാവ് പ്രവചിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ കാലാന്തരത്തിൽ ഇവർ മടങ്ങി വരുമെന്നും അങ്ങനെ ആ ദേശം പിന്നെയും പുഷ്പിക്കുമെന്നൊക്കെ ഇതേ യെശയ്യാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവ് മാത്രമല്ല, യിരെമ്യാവ് പറഞ്ഞിട്ടുണ്ട്, യെസെക്കിയേൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ആ ഭാഗങ്ങളെല്ലാം വാക്യങ്ങളെടുത്ത് പ്രൂവ് ചെയ്യേണ്ടതാണ്. അങ്ങനെ പ്രൂവ് ചെയ്യാൻ പാകത്തിന് ഈ ഒരു ഷോർട്ട് മെസ്സേജിൽ നമുക്ക് സാവകാശമില്ല. അതുകൊണ്ടാണ് ഞാൻ ഓടിച്ചു പറയുന്നത്. യിരെമ്യാവിൻ്റെ പുസ്തകം 30, 31, 32, 33 ആ ഭാഗങ്ങൾ, യെസെക്കിയേലിൻ്റെ പുസ്തകം 35, 36, 37 മുതലായ അധ്യായങ്ങൾ, അതുപോലെ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പല അധ്യായങ്ങൾ പറയാനുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന അധ്യായം എന്ന് പറയാൻ പറ്റില്ല. ധാരാളം ഭാഗങ്ങൾ, ധാരാളം വാക്യങ്ങളുണ്ട് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഇസ്രായേലിൻ്റെ മടങ്ങിവരവുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ അവരെ പ്രവാസത്തിലേക്ക് അയക്കുമെന്നുള്ള കാര്യങ്ങളും ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ യോവേലിൻ്റെ പ്രവചന പുസ്തകത്തിൽ നിന്നൊരു വാക്യം പറയുകയാണ്. 3-ാം അധ്യായത്തിൻ്റെ തുടക്കം. അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്, ഞാൻ യഹൂദയുടെയും യെരുശലേമിൻ്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലങ്ങളിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കും. എൻ്റെ ജനനിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും.
അവർ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എൻ്റെ ദേശത്തെ വിഭാഗിച്ച് കളഞ്ഞുവല്ലോ. സഹോദരങ്ങളെ, ഇനി ഞാൻ ഗൗരവമായൊരു വാക്ക് നിങ്ങളുടെ മുമ്പാകെ ഉയർത്തുകയാണ്. അതായത്, ഈ മുഴുഭൂമിയുടെ സൃഷ്ടാവ് സർവശക്തനായ ദൈവമാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ് ഈ മുഴുഭൂമിയുടെയും സൃഷ്ടാവ്. ഈ മുഴുഭൂമിയുടെയും ഒത്ത നടുക്ക് എന്ന് പറയുന്നത് കനാൻ ദേശമാണ്. ആ കനാൻ ദേശത്തെ വലിയവനായ ദൈവം പറയുന്നത് എൻ്റെ ദേശമെന്നാണ്, മൈ ലാൻഡ് എന്നാണ്, എൻ്റെ ദേശമെന്ന്. വേറെ ഒരു സ്ഥലത്തെക്കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ സ്ഥലത്താണ് തൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകനായ യാക്കോവിൻ്റെ സന്തതികളെ കുടിപാർപ്പിക്കുമെന്ന് മുന്നമേ പറഞ്ഞിട്ടുള്ളത്. ഇത് പറയുമ്പോൾ നമ്മൾ ദീർഘമായി കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ച ഒരു ഭാഗത്തെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതായത്, അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വലിയവനായ ദൈവം തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്ത ഭാഗങ്ങൾ, തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്ത ആ വാക്തത്വങ്ങൾ, അത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനോട് പറയുന്നുണ്ട്. അബ്രഹാമിനോട് 3 പ്രാവശ്യമാണ് പറയുന്നത്, നീ എഴുന്നേറ്റ് തലപൊക്കി നോക്കുക, ഈ ചുറ്റും കാണുന്ന സ്ഥലങ്ങളെല്ലാം ഞാൻ നിനക്ക് ശാശ്വത അവകാശമായി തരുമെന്ന്. അതേ കാര്യം തന്നെ ഇസഹാക്കിനോട് പറഞ്ഞു, നീ ചുറ്റും നോക്കുമ്പോൾ ഈ കാണുന്ന സ്ഥലം മുഴുവനും ഞാൻ നിനക്ക് ശാശ്വത അവകാശമായി തരും. അതുപോലെ തന്നെ യാക്കോബിനോടും പറഞ്ഞു, ഈ ദേശം മുഴുവൻ നിനക്ക് ഞാൻ ശാശ്വത അവകാശമായി തരുമെന്ന്. ആ ദേശത്തെയാണ് പിന്നീട് പ്രവാചകന്മാർ ഇസ്രായേൽ പർവ്വതങ്ങൾ എന്ന് വിളിച്ചത്. ആ ദേശത്തെയാണ് പിന്നീട് പ്രവാചകന്മാർ ശമരിയ പർവ്വതം എന്നൊക്കെ വിളിച്ചത്. അപ്പോൾ ഇസ്രായേൽ പർവ്വതമെന്നും ശമരിയ പർവ്വതം എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ ഇസ്രായേലിലും അതുപോലെ വെസ്റ്റ് ബാങ്കിലുമാണ് ആ സ്ഥലങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇസ്രായേൽ പർവ്വതം എന്ന് പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഹെബ്രോൻ, അതുപോലെ ജെറുസലേം, ബത്ലഹേം, റമള്ള, ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെയാണ് ഈ ഇസ്രായേൽ പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശമരിയ പർവ്വതം എന്ന് പറയുന്നത് പൂർണ്ണമായും വെസ്റ്റ് ബാങ്കിലാണ്. ഇന്നത്തെ മോഡേൺ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന അതിലാണ്, പലസ്തീൻ അതോറിറ്റിയുടെ അണ്ടറിൽ വരുന്ന വെസ്റ്റ് ബാങ്കിലാണ് ഈ ശമരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 സ്ഥലത്തും, അതായത് ഇസ്രായേൽ പർവ്വതങ്ങളോടും ശമരിയ പർവ്വതങ്ങളോടും പ്രവാചകൻ പ്രവചിക്കുകയാണ്, എൻ്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കൊണ്ട് പർവ്വതങ്ങളെ നിങ്ങൾ കൊമ്പുകളെ നീട്ടി ഫലം പുറപ്പെടുവിക്കുമെന്നാണ് പറയുന്നത്. ഫലം പുറപ്പെടുവിക്കുവാൻ, അതായത് ഇസ്രായേൽ മടങ്ങി വരാറായിരിക്കുന്നു. മരുഭൂമി പോലെ കിടക്കുന്ന ആ സ്ഥലം ഇനി മലർവാടി പോലെ ആകേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെയുള്ള പ്രവചനമാണ്. അപ്പോൾ ഇസ്രായേൽ പർവ്വതവും ശമരിയ പർവ്വതം എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ സ്ഥലങ്ങളിലാണ്. അതിൽ ഇന്ന് ഹെബ്രോൻ ആകട്ടെ, ബത്ലഹേം ആകട്ടെ, റമള്ളയാകട്ടെ, ഇതെല്ലാം വെസ്റ്റ് ബാങ്കിലാണ് ഇരിക്കുന്നത്. പ്രവാചകന്മാർ പ്രവചിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? അപ്പോൾ ഇത് കേൾക്കുന്ന മറ്റ് ഇതര മതങ്ങളിലൊക്കെ പെട്ട സഹോദരങ്ങൾക്ക് പെട്ടെന്ന് കോപം വരും. എന്താ നിങ്ങൾ ഈ പറയുന്നത്? 2 രാഷ്ട്രങ്ങളുടെ അഥവാ 2 നേഷൻ തിയറി അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ശരിക്കും ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം 1948 ആരംഭിക്കുമ്പോൾ 2 നേഷൻ തിയറിയിലാണ് അത് ആരംഭിക്കുന്നത്, ഇസ്രായേലും പലസ്തീനും എന്നുള്ള നിലയിൽ. അപ്പോൾ അതിൽ ഇസ്രായേൽ അത് സമ്മതിച്ചു, അവർക്ക് കിട്ടിയ ആ ഒരു ഭാഗം അവർ അവരുടേതായ നിലയിൽ അവർ അംഗീകരിച്ചു. മറു സൈഡിൽ പലസ്തീൻ ഒരിക്കലും ഇസ്രായേലിനെ അംഗീകരിച്ചില്ല. ആ കാരണത്താലാണ് അവിടെ മുതൽ യുദ്ധങ്ങളുണ്ടായത്, ഇസ്രായേലുമായിട്ട് യുദ്ധങ്ങളുണ്ടായത്. പിറന്നു വീണ ഇസ്രായേൽ രാഷ്ട്രത്തെ അവർ യുദ്ധത്തിൽ മുക്കിക്കൊല്ലാനായിട്ട് ശ്രമിച്ചത് ആ കാരണത്താലാണ്. നോക്കണം, അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാക്ക് പറഞ്ഞ, അല്ലെങ്കിൽ വാക്തത്വം കൊടുത്തിരിക്കുന്ന ആ ദേശങ്ങളാണത്. ആ ദേശങ്ങളിൽ എങ്ങനെ മറ്റുള്ളവർ കടന്നു വന്നു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അത് വലിയവനായ ദൈവം അംഗീകരിക്കില്ല എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. എൻ്റെ ദേശത്തെ നിങ്ങൾ വിഭാഗിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അതിനെ അങ്ങനെ വെസ്റ്റ് ബാങ്കെന്നും ഈസ്റ്റ് ബാങ്കെന്നും സൗത്ത് ബാങ്കെന്നൊന്നും പറഞ്ഞ് വിഭാഗിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് ഞാൻ എൻ്റെ ദാസനായ അബ്രഹാമിന് കൊടുത്തിരിക്കുന്നതാണ്. അവൻ്റെ സന്തതിക്ക് ഞാൻ കൊടുക്കുമെന്ന് എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്ത സ്ഥലമാണ്. അതെങ്ങനെ നിങ്ങൾ നിങ്ങളുടേതെന്ന് പറയും? അതിനാണ് നമ്മൾ എസെക്കിയേൽ 35-ാം അധ്യായത്തിൽ നേരത്തെ പഠിച്ചത്. സെയീർ പർവ്വത നിവാസികൾ, അതായത് ഏശാവിൻ്റെ മക്കൾ, നമ്മൾ പറയുന്നത് ഇന്നത്തെ മോഡേൺ പലസ്തീനികൾ, അവർ പറയാണ് ഈ ദേശം ഞങ്ങൾ ഞങ്ങളുടേതാക്കി എടുക്കുമെന്ന്. അത് വലിയവനായ ദൈവം സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കില്ല. അതിനെക്കുറിച്ച് 35-36 അധ്യായമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എസെക്കിയേലിൻ്റെ പുസ്തകം 36-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ നമ്മൾ വായിക്കാനുണ്ടായിരുന്നു. ആ വാക്യം കൂടി ഒന്ന് വായിക്കാം. അതായത് 36-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യമാണ്. എസെക്കിയേൽ ചാപ്റ്റർ 36 വേഴ്സ് 9. എസെക്കിയേൽ 36-ന്റെ 9-ാം വാക്യം. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും,
നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. വളരെ സീരിയസ് ആയൊരു വാക്യമാണിത്. വളരെ സീരിയസ് ആയി നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനൊക്കെ വായിക്കേണ്ടതും അല്ലെ വായിച്ച് കേൾക്കേണ്ടതുമായ വാക്യമാണിത്. അദ്ദേഹം അവരെ ഏതാണ്ട് രീതിയിലൊക്കെയാണ് വിളിച്ചത് ഈ അടുത്ത കാലത്ത്. പക്ഷേ അദ്ദേഹം ദൈവത്തിൻ്റെ പദ്ധതിയോ കാര്യപരിപാടിയോ ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാത്തവരാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു ചെറു പുഞ്ചരിയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ കാണുന്നത് എന്താ, നമ്മൾ ആദിയും അന്തവും കാണുന്നവരാണ്. അതുകൊണ്ടാണ് ശാന്തമായിരുന്നു ഈ കാര്യങ്ങളെ പറയുന്നത്. ആദിയും അന്തവും. ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്ന സമയത്താണ് പറഞ്ഞത്, നിന്നെ ഒരു രാജ്യത്തിലേക്ക് പ്രവാസത്തിലേക്ക് അയക്കും, പിന്നത്തേതിൽ മടങ്ങി വന്നതിന് ശേഷം നിന്നെ ലോകം മുഴുവനും ചിതറിച്ച് കളയും. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നില്ല എന്ന കാരണത്താലാണ് ശിക്ഷണ നടപടികൾ അവരുടെ മേൽ കടന്നു വരുന്നത്. അങ്ങനെ ലോകം മുഴുവനും അയക്കും എന്നൊക്കെ പറഞ്ഞത് വള്ളി പുള്ളി വിടാതെ ചരിത്രത്തിൽ സംഭവിച്ചില്ലേ? വള്ളി പുള്ളി വിടാതെ അതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ചില്ലേ സ്നേഹിതരെ? അത് കഴിഞ്ഞിട്ട് അവരെ മടക്കി വരുത്തുമെന്ന് പറഞ്ഞത് ചരിത്രത്തിൽ സംഭവിച്ചില്ലേ? അവരുടെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിലാണ് ഇരമ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ പറഞ്ഞത്, ഞാൻ അവരെ മീൻപിടുത്തക്കാരെ അയച്ച് മടക്കി വരുത്തും, ഞാൻ അവരെ വേട്ടക്കാരെ അയച്ച് മടക്കി വരുത്തും എന്നൊക്കെ പറഞ്ഞത്. നമ്മൾ അതിനെ എങ്ങനെയാണ് കണ്ടത്? അതായത് മീൻപിടുത്തക്കാരെ അയച്ച് മടക്കി വരുത്തുമെന്ന് പറഞ്ഞതാണ് ഒന്നാം ലോകമഹായുദ്ധം. ഒന്നാം ലോകമഹായുദ്ധത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ കനാനിലേക്ക് വരുന്ന ആ വരവിൻ്റെ ആക്കം കൂടി. അത് കഴിഞ്ഞ് രണ്ടാം ലോകമഹായുദ്ധത്തോടുള്ള ബന്ധത്തിലാണ് അവിടെ ഇവിടെയൊക്കെയുള്ള ഇസ്രായേലിനെ വേട്ടക്കാരെ അയച്ച് അവിടെ നിന്ന് ഇളക്കി പുറത്ത് ചാടിച്ച് എല്ലാത്തിനെയും കനാൻ ദേശത്തേക്ക്, അതായത് ഇന്നത്തെ മോഡേൺ ഇസ്രായേലിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവം വഴിയൊരുക്കിയത്. അതായത് അവരുടെ വരവിൻ്റെ ആ ആക്കം പിന്നെയും അതിശക്തമായി വർദ്ധിച്ചു. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്നത്. അതിൻ്റെയൊക്കെ വിശദമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ പറഞ്ഞ കാര്യങ്ങളുടെ നിവൃത്തീകരണമാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ വായിച്ച വാക്യത്തിൻ്റെ പ്രത്യേകത എന്താ? ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിയും. ഇതിനു മുമ്പ് നമ്മൾ ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 49, 50 വാക്യങ്ങളെ വായിച്ചു. അവിടെ നമ്മൾ കണ്ടതെന്താ? ഇസ്രായേൽ ദൈവത്തിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും എറിഞ്ഞു കളഞ്ഞ് അവർ ദൈവത്തിന് വിരോധമായി നടന്നപ്പോൾ വലിയവനായ ദൈവം അവർക്ക് വിരോധമായി നിന്നു. ദൈവം അവർക്ക് വിരോധമായി. അങ്ങനെയാണ് അവരെ നെബൂഖദ്നേസർ ബാബേലിലേക്ക്, അഥവാ ഇന്നത്തെ മോഡേൺ ഇറാഖിലേക്ക് പ്രവാസത്തിലേക്ക് പിടിച്ചോണ്ട് പോയത്. പിന്നെയും അവരുടെ ആ നേച്ചർ പിന്നെയും കാണിച്ചു. അങ്ങനെയാണ് അവർ ലോകം മുഴുവനും ചിതറിപ്പോയത്. ദൈവം അവർക്ക് വിരോധമായിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുകയാണ്, യഹോവയായ ദൈവത്തിന് തൻ്റെ ജനമായ ഇസ്രായേലിനോട് അയ്യോഭാവം തോന്നും, അവൻ അവർക്ക് അനുകൂലമാകും, അവരെ മടക്കി വരുത്തും, എന്നിട്ട് അവരിൽ കൃഷിയും വിതയും നടക്കുമെന്നാണ് പറയുന്നത്. അതിനോടുള്ള ബന്ധത്തിലുള്ള വാക്യമാണ് തൊട്ട് മുകളിലുള്ള 8-ാം വാക്യം. 8-ാം വാക്യത്തിൽ കാണുന്നത് എന്താ? നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ, എൻ്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പീൻ. വിശദമായി പഠിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാ മതസ്ഥർക്കും ഇതൊക്കെ പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. ഏത് മതക്കാരനാണെങ്കിൽ ഇതൊക്കെ പഠിക്കാം. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ പഠിക്കുമ്പോൾ രോമം എഴുന്നേറ്റ് നിൽക്കും. ദൈവവചനത്തിൻ്റെ നിസ്തുല്യത, പ്രവചനത്തിൻ്റെ ആക്കുറസി. വള്ളി പുള്ളി തെറ്റിയിട്ടുണ്ടോ? വള്ളി പുള്ളി തെറ്റിയിട്ടില്ല. ബൈബിളിലെ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അത്തിയെ നോക്കി ഒരു കാര്യം പറയാണ്. ഫലമില്ലാത്തതുകൊണ്ട് അതിനെ ശപിച്ചു. അത്തി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അത്തിയെ ശപിച്ചു, അത്തി ഉണങ്ങിപ്പോയി നമ്മൾ വായിക്കുന്നു. അത്തി മുകളിൽ ഉണങ്ങിപ്പോയെങ്കിലും അതിൻ്റെ വേര് മണ്ണിനടി കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ മത്തായി 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പിന്നെയും പ്രവചിച്ചു വെച്ചിരിക്കുകയാണ്. മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അവിടെ വ്യക്തമായി പറയാണ്, അത്തി മുതലായ സകല വൃക്ഷങ്ങളും തളിർക്കും, വിശേഷാൽ അത്തി തളിർക്കും. അതായത് അത്തി ഇസ്രായേലിനെ രാഷ്ട്രീയമായി കാണിക്കുന്നു. ഒരു രാഷ്ട്രം എന്ന നിലയിൽ ചിതറിപ്പോയി അവർ മടങ്ങി വരുമെന്നും, അല്ലെങ്കിൽ ഉണങ്ങിപ്പോയ അത്തി ഇനി എന്ത് ചെയ്യും? തളിർക്കുമെന്നും അതിനെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചിട്ടുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. യഹൂദാഗ്രഹത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു ശേഷിപ്പ് വീണ്ടും താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ അത്തിയെ ശപിച്ചപ്പോൾ അത്തി ഉണങ്ങിപ്പോയി, പക്ഷേ അതിൻ്റെ വേര് മണ്ണിനടി കടന്നു. അതായത് ഏകദേശം AD 70 ഇസ്രായേൽ ലോകം മുഴുവനും ചിതറിപ്പോയി. ലോകമാകുന്ന സാഗരത്തിൽ അവർ അലിഞ്ഞു ചേർന്നു. അങ്ങനെ ഒരു ജനവർഗത്തെക്കുറിച്ച് ആരും ചിന്തിക്കാത്ത നിലയിൽ ദീർഘവർഷങ്ങൾ, നൂറ്റാണ്ടുകൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഏതാണ്ട് 1800-കളൊക്കെ ആയപ്പോഴത്തേക്കാണ് പിന്നീട് അവരെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ പുറത്തു വരുന്നത്.
അവരുടെ ഉള്ളിൽ തന്നെ ഒരു മാതൃദേശത്തെക്കുറിച്ചുള്ള ചിന്തയൊക്കെ 1800കളുടെ ഒടുവിലാണ് വന്നത്. 1900-ന്റെ ആദ്യപാദം ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, ഇതിനോടൊക്കെയുള്ള ബന്ധത്തിലാണ് അവർ മടങ്ങി വരുന്നത്. ഈ വായിച്ചതിന് പ്രകാരം അത്തി ഉണങ്ങിപ്പോയെങ്കിലും വേര് മണ്ണിനടി കിടപ്പുണ്ടായിരുന്നു. വേര് പൂർണ്ണമായും ഉണങ്ങിപ്പോയിരുന്നില്ല. ലോകസാഗരത്തിൽ അവർ ലയിച്ചു ചേർന്നെങ്കിലും അവർ തീർത്തും ഇല്ലാതെയായി പോയിരുന്നില്ല. അവർ ലോകത്തിലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ജനമാണ്, വാക്തത്വമുള്ളവരാണ്. അത് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും, എത്ര മഞ്ഞും മഴയും പെയ്താലും, എത്ര തിരമാലകളും അലമാലകളും അടിച്ചെന്ന് പറഞ്ഞാലും, ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ അസ്ഥി താഴ്വരയിൽ നിന്ന് ആ ജനത്തെ ഉയർത്തിക്കൊണ്ടുവരും. എസെക്കിയേലിൻ്റെ പുസ്തകം 37-ാം അധ്യായം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എന്തൊരു ഭയാനകമാണ് അവിടുത്തെ കാഴ്ചകൾ. അസ്ഥി താഴ്വരയിലേക്ക് നോക്കുമ്പോൾ അസ്ഥികൾക്ക് ജീവനില്ലാതെ കിടക്കുകയാണ്. എന്നാൽ ആ അസ്ഥികൾ ജീവിക്കുമെന്നുള്ളത് പ്രവാചകൻ പിന്നീട് പറഞ്ഞു വയ്ക്കുകയാണ്. അങ്ങനെ ആ അസ്ഥി താഴ്വരയിൽ നിന്ന്, ആ അസ്ഥി കൂമ്പാരത്തിൽ നിന്ന്, ആ ചണ്ടി കൂമ്പാരത്തിൽ നിന്ന് ഇതാ ഇസ്രായേൽ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. അങ്ങനത്തെ ഒരു കാഴ്ചയാണ് എസെക്കിയേൽ 37 കാണുന്നത്. അതിനോടൊക്കെയുള്ള ബന്ധത്തിൽ തന്നെയാണ് ഈ വാക്യം നമ്മൾ വായിച്ചത്. യഹൂദാ ഗ്രഹത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു ശേഷിപ്പ് വീണ്ടും താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും. താഴെ വേരൂന്നി മീതെ എന്ത് ചെയ്യും? ഫലം കായ്ക്കും. 1948 അങ്ങനെ ഒരു കാലം പിറന്നു. ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായി. ആ രാഷ്ട്രം സ്ഥാപിതമായ അവിടെ മുതൽ ഇന്നേ വരെ, അവിടെ മുതൽ ഈ സമയം വരെ അവർ യുദ്ധങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം ശത്രു രാജ്യങ്ങൾ എന്ന നിലയിലാണ് അവരോട് പെരുമാറുന്നത്. ഞാൻ പറഞ്ഞു, പിറന്നു വീണ സമയം മുതൽ അങ്ങനെയാണ്. ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. 1948 ഒരു രാഷ്ട്രമായിട്ട് അവർ സ്ഥാപിതമായപ്പോൾ ചുറ്റുമുള്ളവർ അവരെ ഞെരുക്കി എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അവർ ഈജിപ്ത് എന്ന് പറയുന്ന മിസ്രൈമിൽ അടിമകളായി കിടന്നു. അവിടെ നിന്ന് വലുവനായ ദൈവം അവരെ നീട്ടിയ ഭുജത്താലും വീര്യമുള്ള കരത്താലും വിടുവിച്ച് മരുഭൂമി വഴിയായി വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവരെ ഒരു ജാതിയായി ഇരിക്കാതെ വണ്ണം മുടിച്ചു കളയുവാൻ വേണ്ടി ചുറ്റുമുള്ള രാജ്യങ്ങളൊക്കെ അവർക്ക് എതിരായി നിന്നു. അമലോക്യരുടെ കാര്യം നോക്കുക, പിന്നെ മോവാബ്യരുടെ കാര്യം നോക്കുക, അമോന്യരുടെ കാര്യം നോക്കുക. കനാനിലേക്ക് വന്നപ്പോൾ അവിടെയുള്ള ജാതികളൊക്കെ ഉഗ്ര സ്വഭാവമുള്ള ജാതികളാണ്, അല്ലേ? കനാനിലേക്ക് വന്നപ്പോൾ അവിടെയുള്ള ജാതികളൊക്കെ ഉഗ്ര സ്വഭാവമുള്ള ജാതികളാണ്. അവരൊക്കെ ഇവരെ ഞെരുക്കാൻ ശ്രമിച്ചു, ഇല്ലാതെയാക്കാൻ ശ്രമിച്ചു, അവരോട് ഉഗ്രരൂപത്തിൽ ഇടപെട്ടു. പക്ഷെ ജീവനുള്ള ദൈവം അവരുടെ നടുവിലുള്ളതുകൊണ്ട്, അവർക്ക് അനുകൂലമായതുകൊണ്ട് അവരെ ആർക്കും നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒരു ജനവർഗം എന്ന നിലയിൽ ഇസ്രായേൽ അജയ്യമായി നിന്നു. സഹോദരങ്ങളെ, പിന്നീടൊരു കാര്യം കൂടെ പറയാം. അവർ പ്രവാസത്തിലേക്ക് പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ, ബാബേൽ പ്രവാസത്തിലേക്ക്, 1-ാം പ്രവാസം എന്ന് പറയുന്ന പ്രവാസം. ആ പ്രവാസകാലം ആ പ്രവാസകാലം ദീർഘിച്ചപ്പോൾ ബാബേൽ സാമ്രാജ്യം തകർന്നടിയുകയും മെദോ പേർഷ്യ എന്ന് പറയുന്ന സാമ്രാജ്യം, അതായത് ഇന്നത്തെ മോഡേൺ ഇറാനിലുള്ള പേർഷ്യൻ സാമ്രാജ്യം ഉദയം ചെയ്തു. പിന്നീട് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപതികൾ അവരെ ഭരിച്ചു നടത്തിയ കാലം. ആ കാലഘട്ടത്തിൽ ഒരു പേർഷ്യക്കാരൻ, ഇന്നുള്ള പേർഷ്യക്കാരുടെ ഒരു പൂർവൻ, ഹാമാൻ എന്ന് പറയുന്ന ഒരു വിരുദ്ധൻ ഇസ്രായേലിനെ മുച്ചൂടും മുടിച്ചു കളയുവാൻ ഉത്സാഹിച്ചു. പക്ഷെ അവൻ തന്നെ മുടിഞ്ഞുപോയി എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനവർഗത്തോട് എന്നും ലോകരാഷ്ട്രങ്ങളും ലോകത്തിലെ ജനവർഗങ്ങളും ക്രുദ്ധിച്ചിരുന്നു. അവരെ തകർത്ത് കളയാൻ ഉഗ്രഭാവം പൂണ്ടിരുന്നു. എല്ലാ അടവുകളും പ്രയോഗിച്ചിരുന്നു. അതിന് നമ്മൾ പറയുന്ന ഭാഷ എന്താണെന്നറിയാവോ? ഇരുളും വെളിച്ചവും തമ്മിലുള്ള യുദ്ധം. ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ജനമാണ്. അവരെ തകർത്ത് കളയുവാൻ, തച്ചുടയ്ക്കുവാൻ ഇരുളിൻ്റെ അധികാരങ്ങളെല്ലാം ഒന്നിച്ചുകൂടി സഖ്യം ചെയ്തു. അതാണ് ചരിത്രത്തിലെമ്പാടും കാണുന്നത്. നോക്കുക, 1948 മെയ് മാസം ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം പിറന്നു വീണപ്പോൾ 5 അറബ് രാജ്യങ്ങൾ ഒരുമിച്ചുകൂടി സഖ്യത ചെയ്താണ് അവരെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചത്. എന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് തുണയായി ഉണ്ടായിരുന്നത് കൊണ്ട്, അതായത് ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ, തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്ന പ്രവചനങ്ങളുടെ നിവൃത്തീകരണം സംഭവിക്കണം എന്ന കാരണത്താൽ അവരുടെ ഒരു രോമത്തെ പോലും ആർക്ക് തൊടാൻ കഴിയില്ല. എനിക്ക് ഈ ചുറ്റുമുള്ള ആളുകളെക്കുറിച്ച് സഹതാപമാണ് തോന്നുന്നത്. വെറും മണ്ടന്മാരെന്നല്ലാതെ അവരെക്കുറിച്ച് ഒന്നും പറയാനില്ല. നമ്മുടെ മലയാളക്കരയിലുള്ള കുറേ ചാനലുകാരും കുറേ രാഷ്ട്രീയക്കാരും അവരെല്ലാം ആ ഒരു ഭാഷയിൽ, വേറെ ബഹുമാനക്കുറവ് കൊണ്ടല്ല, അവരുടെ മണ്ടത്തരം ഓർത്തിട്ട്, കാരണം അവർക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു സമൂഹത്തെ അടുത്ത് നിന്ന് കണ്ടറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ, ദൈവം ഒരു കാലത്ത് ലോകത്തോട് സംസാരിക്കുന്ന ഇസ്രായേലിലൂടെ ആയിരുന്നു. തൻ്റെ ജനമായ ഇസ്രായേലിനെ ലോകത്തിൻ്റെ ഒത്തനടുക്ക് ഒരു വിളക്കായിട്ട് വെച്ചിരിക്കുകയാണ്.
ആത്മാവായ ദൈവത്തെ അവർ സേവിക്കുന്ന വിധങ്ങൾ ലോകം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവരുടെ ഇടയിൽ ഒരു വിഗ്രഹാരാധന പോലും പാടില്ലെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അവർക്ക് കൊടുത്ത പ്രമാണങ്ങളിൽ രണ്ടാമത്തെ പ്രമാണമാണ് വിഗ്രഹാരാധന അരുതെന്നുള്ളത്. ലോകത്തിലെ എല്ലാ ജനവർഗവും വിഗ്രഹാരാധനയിൽ മുഴുകിയിരിക്കുമ്പോൾ അവർ വിഗ്രഹാരാധനയിൽ നിന്ന് വിട്ടോടിയ ആളുകളാണ് അല്ലേ. അവർ വിഗ്രഹാരാധനയിൽ നിന്ന് അകന്നു നിന്നവരാണ്. എന്നാൽ പലപ്പോഴും അവർ ലോകത്തിലെ ജാതികളോട് ഇടകലർന്ന് അവരുടെ സമ്പ്രദായങ്ങളോട് ഇടകലർന്ന് വിഗ്രഹാരാധനയിലേക്ക് വഴുതിപ്പോയ ജനമാണ്. അതിൻ്റെ ശിക്ഷയാണ് കാലാകാലങ്ങളിൽ അവർ അനുഭവിച്ചത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞു വന്നതിനകത്ത് രണ്ട് ഭാഗങ്ങളുമുണ്ട്. അവർ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ വിട്ടുകളഞ്ഞതിൻ്റെ പേരിൽ പ്രവാസത്തിലേക്ക് പോയെന്നും അതുപോലെ തന്നെ തൻ്റെ പ്രവാചകന്മാരിലൂടെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ നിമിത്തം അവരെ മടക്കി കൊണ്ടുവന്നു എന്നും അവർ പ്രവാസത്തിലേക്ക് പോകാനുണ്ടായ കാലഘട്ടത്തിൽ ദൈവം അവർക്ക് വിരോധമായിരുന്നെന്നും പിന്നീട് ദൈവം അവർക്ക് അനുകൂലമായിരിക്കുന്നു എന്നും അവരെ മടക്കി വരുത്തുമെന്നൊക്കെ പറയുന്ന അസംഖ്യം പ്രവചനങ്ങൾ. അതിനിടയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാക്കാണ് ഈ കനാൻ ദേശം എന്ന് പറയുന്നത് എൻ്റെ ദേശമാണ്. മൈ ലാൻഡ് എന്ന് പറഞ്ഞത് കനാനെ കുറിച്ചാണ്. ഇന്നത്തെ മോഡേൺ ഇസ്രായേൽ ദേശം, അതിൽ വെസ്റ്റ് ബാങ്കും എല്ലാം വരും. ആ ദേശം ഇനി വിഭാഗിക്കാനായിട്ട് ദൈവം അനുവദിക്കില്ല. തൻ്റെ ദാസന്മാരായ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും വാക്ക് പറഞ്ഞ ദേശമാണത്. തന്നെ കൊണ്ട് സത്യം ചെയ്താണ്. അത് ഒരു കാരണവശാലും ദൈവത്തിന് പിന്മാറിക്കൂടാ. അവിടെയുള്ള ആളുകൾ പിന്മാറുകയേ മാർഗമുള്ളൂ, അല്ലെങ്കിൽ അവർ കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പം ചോദിക്കും ദൈവ സ്നേഹമല്ലേ എന്ന്. നിശ്ചയമായും ദൈവ സ്നേഹമാണ്. അതേസമയം തന്നെ ആ ദൈവം നീതിപതിയായ ന്യായാധിപതിയും കൂടെയാണ്. ഇസ്രായേലിനെ ശിക്ഷിക്കുമെങ്കിൽ പിന്നെ പലസ്തീനികളെയോ ചുറ്റുപാടുമുള്ളവരെയോ ശിക്ഷിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? പലസ്തീനികളെയൊക്കെ ദൈവം ശിക്ഷിച്ചിട്ട് ഇസ്രായേലിനെ ശിക്ഷിക്കാതിരിക്കുകയാണെങ്കിൽ ആ ദൈവം അനീതിയുള്ള ദൈവമാണെന്ന് പറയാം. ചുറ്റുമുള്ള രാജ്യക്കാർക്ക് ചുറ്റുമുള്ള ജനവർഗത്തിന് ഒരടിയാണ് കൊടുക്കുന്നതെങ്കിൽ ഇസ്രായേലിന് എപ്പോഴും രണ്ടടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ദൈവം അനീതിയുള്ള ദൈവമാണോ? ബൈബിളിൽ ദാനിയേൽ പ്രവചനം 9:14 പറയുന്നു, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവമായ യഹോവ താൻ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും നീതിമാനാകുന്നു എന്ന്. ഞങ്ങളുടെ ദൈവം നീതിമാനായ ദൈവമാണ്, മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. അതേസമയം തന്നെ ഇസ്രായേൽ തനിക്ക് പ്രിയപ്പെട്ട ജനമാണ്. അതേസമയം ലോകരാഷ്ട്രങ്ങളെ എടുത്ത് പഠിക്കുമ്പോൾ ആ രാഷ്ട്രങ്ങളിൽ ദൈവത്തിന് ഏറ്റവും പ്രിയജനം ഇസ്രായേലാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആത്മീയമായി പറയുമ്പോൾ അതിനേക്കാളൊക്കെ അപ്പുറമാണ് ദൈവത്തിൻ്റെ സഭ. രണ്ട് രീതിയിലാണ് പഠിക്കേണ്ടത്. ലോകത്തിലെ രാഷ്ട്രങ്ങളെ എല്ലാം എടുത്ത് പഠിക്കുമ്പോൾ അതിൽ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ജനമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. കാരണം അവരുടെ മേൽ വാക്റ്റത്വമുണ്ട്. ആമോസിൻ്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, ഭൂമിയിലെ സകല വംശങ്ങളിൽ വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളെയും സന്ദർശിക്കും. അതായത് അവരുടെ ജീവിതത്തിലെ കുറവുകളെ ദൈവം സന്ദർശിക്കും, അവരുടെ പാപത്തെ ദൈവം സന്ദർശിക്കും. ദൈവം അവരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് തൻ്റെ പ്രിയജനം എന്ന നിലയിൽ. എന്തിനാ? ലോകത്തിലുള്ള മുഴുവൻ വംശങ്ങൾക്കും കൊടിയായി ഇസ്രായേലിനെ നിർത്തിയിരിക്കുകയാണ്. ലോകത്തിലുള്ള മുഴുവൻ വംശങ്ങൾക്കും വിളക്കായി ഇസ്രായേലിനെ നിർത്തിയിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേൽ അതിൽ പരാജയപ്പെട്ടു പോയി സഹോദരങ്ങളെ. ഇസ്രായേൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിച്ചില്ല. അവർ പ്രകാശമായി തീർന്നില്ല, ഈ പറഞ്ഞ രീതിയിൽ ഒന്നുമായി തീർന്നില്ല. എന്നാൽ അതിന് ശേഷം ഇന്ന് നമ്മൾ പറയുകയാണെങ്കിൽ മുഴു ലോകത്തിൻ്റെയും വെളിച്ചമായി ദൈവം വെച്ചിരിക്കുന്നത് തൻ്റെ സഭയാണ്. ഇന്ന് തൻ്റെ സഭയാണ് വെച്ചിരിക്കുന്നത്. മുഴു ലോകത്തിൻ്റെയും കൊടിയായി നിർത്തിയിരിക്കുന്നത്, ജയക്കൊടിയായി നിർത്തിയിരിക്കുന്നത് തൻ്റെ സഭയാണ് ഇന്ന് എല്ലാത്തിൻ്റെയും സുപ്രീമായിട്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഇസ്രായേലിനെ എങ്ങനെയാണ് പഠിക്കുന്നത്? ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനവർഗം. ആ ജനവർഗത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വാക്റ്റത്വങ്ങളുണ്ട്. ആ വാക്റ്റത്വങ്ങൾ പ്രകാരമാണ് അവരിന്ന് രാഷ്ട്രീയമായി തളർത്തു എന്ന് പറയുന്നത്. എന്നാൽ ഇവരെ യെരുശലേമിൽ കൂട്ടി വരുത്തിയിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശം മനസ്സിലാക്കാതെയാണ് പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് പക്ഷം പിടിച്ചും പല രീതിയിലുമൊക്കെ സംസാരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു ക്രൈസ്തവനെ സംബന്ധിച്ച് ഈ കാര്യങ്ങളുടെ തുടക്കവും ഒടുക്കവും ആത്മക്കണ്ണുകൊണ്ട് കണ്ടാണ് അവൻ സംസാരിക്കുന്നത്. നമ്മളത് കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് സഹോദരങ്ങളെ. ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനത്തെ ദൈവം പരിരക്ഷിക്കും. ഇന്ന് അവരെ തകർക്കാൻ ആർക്കും സാധ്യമല്ല. ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട അവരുടെ ഒരു നേതൃനിരയിലുള്ള അയാളെ ഉസ്താദെന്നോ അങ്ങനെ എന്തോ മറ്റൊക്കെ വിളിക്കുന്നത്, അങ്ങനെ ഒരാൾ ഒരിക്കൽ സംസാരിക്കുന്നത് ഞാൻ കേൾക്കാനിടയായി. അവരുടെ ആത്മീയ നേതൃനിരയിലുള്ള അദ്ദേഹം പറയുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇനി ചരിത്രത്തിൽ പോലും കാണില്ല.
അവരെ തകർത്ത് തരിപ്പണമാക്കി കളയും. ഇപ്പോൾ അവിടെയൊക്കെയുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, കൂത്തികളെന്നും മറ്റൊക്കെ പറയുന്ന ആളുകൾ, അവരെല്ലാം കൂടെ മൂട്ടിൽ തീ വെച്ചെല്ലാം കത്തിച്ച് കളയുമെന്നാണ് പറയുന്നത്. ആ മൊത്തത്തിൽ ഇല്ലാതെയാക്കി കളയും, അങ്ങനെയാണ് പറയുന്നത്. അതൊക്കെ അജ്ഞത കൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ലോകം മുഴുവനും ചിതറുമെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ? നിങ്ങൾക്കറിയില്ലല്ലോ അങ്ങനെ ഒരു ചരിത്രം. അവർ ചിതറുമെന്ന് എഴുതിയിരിക്കുന്ന പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആ ചിതറിയവരെ മടക്കി വരുത്തുമെന്നുള്ളതും ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. അതും കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതേ പുസ്തകത്തിൽ തന്നെ പിന്നെയും എഴുതി വെച്ചിരിക്കുകയാണ്, ഏത് ഉസ്താദ് പറഞ്ഞാലും ഏത് മൊല്ലാക്ക പറഞ്ഞെന്ന് പറഞ്ഞാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാമത്തെ അധ്യായം 22-ാം വാക്യം. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുൻപാകെ നിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വാക്യമൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമി എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങളുടെ പേരും നിലനിൽക്കും. ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനവർഗം അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അവരെ ഇല്ലാതെയാക്കാൻ ആർക്ക് സാധ്യമല്ല. അവർ ചരിത്രത്തിലുണ്ടാകും. അവർ ലോകമാകുന്ന സാഗരത്തിൽ മുങ്ങിപ്പോയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ അവരെ മടക്കി കൊണ്ടുവന്ന് നോക്കിയേ. ആ മടക്കി കൊണ്ടുവന്നവനാ പറയുന്നത്, അവരെ ഇനി ആർക്കും ആ ദേശത്ത് നിന്ന് പറിച്ചു കളയാൻ സാധ്യമല്ല. ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. പലരും പറയും ഇസ്രായേൽ ജയത്തോടെ നിൽക്കുന്ന അമേരിക്കയുടെ സഹായത്താലാന്ന്. ചരിത്രം അറിയാവുന്നവർക്കറിയാം. 48-ലെ യുദ്ധത്തിലാകട്ടെ 67-ലെ യുദ്ധത്തിലാകട്ടെ അമേരിക്ക ഒരു തരത്തിലും അവരെ സഹായിച്ചിരുന്നില്ല. യാതൊരു സഹായവും കൊടുത്തില്ല. ലോകത്തിലെ ആരും അവരെ സഹായിച്ചില്ല. വലിയവനായ ദൈവം അവർക്ക് ബുദ്ധിയും വിവേകവും പരിജ്ഞാനവും കൊടുത്തു. അങ്ങനെയാണ് അവർ യുദ്ധത്തിൽ ബുദ്ധിപൂർവമാണ് ജയിച്ചത്. അവർ തലകൊണ്ട് ചിന്തിക്കുന്നു. ഇസ്രായേൽ തലകൊണ്ട് ചിന്തിക്കുന്നു. ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ കമൻ്റ് ചെയ്യുന്നില്ല. നോക്കണം, ദൈവത്തിൻ്റെ ജനമാണ്. അവരുടെ ബുദ്ധി എന്ന് പറയുന്നത് സാധാരണ ആളുകളുടെ ബുദ്ധിയൊന്നുമല്ല, അതിലപ്പുറമായ ബുദ്ധിയാണ്. നമ്മൾ മനസ്സിൽ കാണുമ്പോൾ അവൻ അതിനപ്പുറം കാണുമെന്നൊക്കെ പറയില്ലേ, ആ സൈസ് ഒരു ജനവർഗമാണ് അവർ. അങ്ങനെയുള്ളൊരു ജനവർഗമാണ്. അങ്ങനത്തെ ക്വാളിറ്റീസൊക്കെ അവർക്കുണ്ട്. പക്ഷേ ഇതെല്ലാം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ വായിച്ചത് എന്താ? അവർ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അവരെ ആർക്കും തകർക്കാൻ കഴിയില്ല. അവരുടെ പേരും പെരുമയും എന്നും നിലനിൽക്കും. പക്ഷേ ഇന്ന് അറ്റ് പ്രസൻറ്റ് പറയുമ്പോൾ അവരുടെ കണ്ണ് തുറന്നിട്ടില്ല. അവരുടെ കണ്ണ് ഭാഗികമായ ഒരല്പമേ തുറന്നിട്ടുള്ളൂ. അവർക്ക് സത്യദൈവത്തിൻ്റെ വചനങ്ങളോ പ്രമാണങ്ങളോ ഇന്നും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതായത് സർവശക്തനായ ദൈവം മാനവവർഗത്തിൻ്റെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടി അയച്ച മശിഹായെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആറ്റം ബോംബുണ്ടാക്കും, F-35 ഉണ്ടാക്കും, പിന്നെ മറ്റേ B-2 ബോംബർ ഉണ്ടാക്കും, എല്ലാം ഉണ്ടാക്കും, സകല കാര്യങ്ങളും ഉണ്ടാക്കും. അതായത് ഇസ്രായേലിൽ ഇരുന്നുകൊണ്ട് ഇറാനിൽ വെടിവെക്കും. ആ സൈസ് വെടിവെപ്പ് വീരന്മാരാണ് അവർ. ഇവിടെ ഇരുന്നുകൊണ്ട് അവർ ഇറാഖി ബോംബിടും വേണമെങ്കിൽ, അതൊക്കെ ചെയ്യും. പക്ഷേ അവരുടെ സൃഷ്ടാവിനെ അവരുടെ മശിഹായെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതാണ് ഏറ്റവും വലിയ പരിതാപകരമായ അവസ്ഥ. ഇസ്രായേലിലുള്ള ബഹുഭൂരിപക്ഷം പേർക്കും ആ മശിഹായെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം പല ആംഗിളിൽ നിന്ന് പറയണം കേട്ടോ സഹോദരങ്ങളെ. പല വശങ്ങളുണ്ട് അതിന്. ഇപ്പം നമ്മൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, ഓക്കെ, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു അജയ്യമായ ശക്തിയാണ്. അതൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ മറു സൈഡ് ആത്മീയമായി ചിന്തിക്കേണ്ടതാണ്. അതായത് അവർക്ക് സമാധാനം എന്ന് പറയുന്ന സംഭവമില്ല. അതിൻ്റെ കാരണം എന്നാ? സമാധാന പ്രഭുവിനെ അവർ കൈക്കൊണ്ടിട്ടില്ല. അവർ സമാധാന പ്രഭുവിനെ കൈക്കൊണ്ടിട്ടില്ല. ആ കാരണത്താൽ അവരുടെ വേദനകൾ വർദ്ധിക്കുമെന്നാണ് കാണുന്നത്. വേദനകൾ വർദ്ധിക്കും. ഇന്ന് ഇസ്രായേൽ രാഷ്ട്രീയമായി തളർത്തുന്ന നമ്മൾ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ആത്മീയമായി തളർത്തിട്ടില്ല. ഇസ്രായേലിനെ എന്തിനാണ് വീണ്ടും യെരുശലേമിൽ കൂട്ടി വരുത്തിയതെന്ന് അതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഇസ്രായേൽ കിട്ടമായി തീർന്നു സഹോദരങ്ങളെ, കിട്ടമായി തീർന്നു. എസെക്കിയേൽ 22-ാം അധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത്. അവരെ ഞാൻ ലോകത്തിൽ നിന്ന് യെരുശലേമിൽ കൂട്ടിവരുത്തും. യെരുശലേം എന്ന് പറയുന്ന ഉലയിൽ കൂട്ടിവരുത്തുമെന്നാണ് എഴുതിയിരിക്കുന്നത്. യെരുശലേം ഒരു ഉലയാണ്, ഒരു ഫർണസാണ്. ആ ഫർണസിൽ ഞാൻ അവരെ കൂട്ടിവരുത്തും. കാരണം അവർ കിട്ടമായി തീർന്നു, അശുദ്ധമായി തീർന്നു. അതിനെ റിഫൈൻ ചെയ്തെടുക്കണം. ഇസ്രായേൽ എങ്ങനെയുള്ള ജനവർഗമായിരുന്നു? അതിന് വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം, വിലാപങ്ങൾ 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം. അയ്യോ, പൊന്നു മങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി, വിശുദ്ധ രത്നങ്ങൾ സകല വീതികളുടെയും തലക്കൽ ചൊരിഞ്ഞു കിടക്കുന്നു.
തങ്കത്തോട് തുല്യരായിരുന്ന സിയോന്റെ വിശിഷ്ട പുത്രന്മാരെ കുശവന്റെ പണിയായ മൺപാത്രങ്ങളെ പോലെ എണ്ണിയിരിക്കുന്നത് എങ്ങനെ? ഞാൻ പറഞ്ഞു ഇസ്രായേലിനെ മടക്കി വരുത്തിയ കാര്യം. ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, ഇതൊക്കെ നിമിത്തം അവരെ ഇസ്രായേലിലേക്ക് ഇങ്ങനെ മടക്കി മടക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അവർക്ക് അവരുടെ പിതാക്കന്മാരുടെ ദേശം വീണ്ടും കൈവശമായി കൊടുക്കുകയാണ്. അവിടെ അവർ താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കുന്ന ഒരു നിലയിലേക്ക് വന്നിരിക്കുകയാണ്. സ്വന്തം ദേശത്ത് മടങ്ങി വന്നിരിക്കുകയാണ്. ആ മടങ്ങി വന്ന ജനത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? അയ്യോ പൊന്നു മങ്ങിപ്പോയി, നിർമ്മലതങ്കം മാറിപ്പോയി, വിശുദ്ധ രത്നങ്ങൾ സകല വീഥികളുടെയും തലയ്ക്കൽ ചൊരിഞ്ഞു കിടക്കുന്നു. തങ്കത്തോട് തുല്യരായിരുന്ന സിയോന്റെ വിശിഷ്ട പുത്രന്മാരെ കുശവന്റെ പണിയായ മൺപാത്രങ്ങളെ പോലെ എണ്ണിയിരിക്കുന്നത് എങ്ങനെ? സൗരങ്ങളെ, ഇസ്രായേലിൻ്റെ ഇന്നത്തെ ആത്മീയമായ അവസ്ഥയാണ് ആ കാണുന്നത്. പ്രവാസത്തിലേക്ക് പോയി, അഥവാ ലോകം മുഴുവനും ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറിപ്പോയ ഇസ്രായേലിനെ കുറിച്ചാണ് എഴുതി വച്ചിരിക്കുന്നത്. അതിനുശേഷം അവരെ മടക്കിക്കൊണ്ടുവന്നു, രാജ്യം അവകാശമായി കൊടുത്തു. ലോകത്തിലെ കോടീശ്വരന്മാരിൽ അഗ്രഗണ്യന്മാരെല്ലാം യഹൂദന്മാരാണ്, അല്ലേ? ലോകത്തിലെ 1, 2, 3, 4 എന്നൊക്കെ പറയുന്ന കോടീശ്വരന്മാരെല്ലാം യഹൂദന്മാരാണ്. ലോകത്തിലെ ഏറ്റവും ധനാഢ്യമായ രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ന് ഇസ്രായേൽ മാറി. കേരളത്തിൻ്റെ പകുതി വലിപ്പം മാത്രമുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാഷ്ട്രം ലോകത്തിലെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ മുന്തിയ സ്ഥാനക്കാരാണ്. ലോകത്തിലെ അവരുടെ ടെക്നോളജിപരമായിട്ടുള്ള കയറ്റുമതി എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിലപ്പുറമാണ്. അതുപോലെ പല കാര്യങ്ങളുടെയും റോയൽറ്റി അവർക്ക് എന്തുമാത്രമാണ് കിട്ടുന്നതെന്ന് അറിയാമോ? അതൊക്കെ നമ്മുടെ ഭാവനയ്ക്ക് അപ്പുറമായ കാര്യങ്ങളാണ്. പക്ഷേ അവരെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത് എന്താ? അയ്യോ പൊന്നു മങ്ങിപ്പോയി, നിർമ്മലതങ്കം മാറിപ്പോയി, വിശുദ്ധ രത്നങ്ങൾ സകല വീഥികളുടെയും തലയ്ക്കൽ ചൊരിഞ്ഞു കിടക്കുന്നു. തങ്കത്തോട് തുല്യരായിരുന്ന സിയോന്റെ വിശിഷ്ട പുത്രന്മാരെ കുശവന്റെ പണിയായ മൺപാത്രങ്ങളെ പോലെ എണ്ണിയിരിക്കുന്നു എന്ന്. ഈ കാരണങ്ങളാലാണ് യെശയ്ക്കേൽ 22-ാം അധ്യായത്തിൻ്റെ 17 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗ്രഹം എനിക്ക് കിട്ടമായി തീർന്നിരിക്കുന്നു. അവരെല്ലാം ഉലയുടെ നടുവിൽ താമ്രവും വെളുത്തീയവും ഇരുമ്പും കറുത്തീയവും തന്നെ. കിട്ടമായി എന്ന് പറഞ്ഞാൽ അശുദ്ധമായി എന്നാണ് അർത്ഥം. അപ്പോൾ അവർ കിട്ടമായി തീർന്നിരിക്കുന്നു, അവർ വെള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളെല്ലാവരും കിട്ടമായി തീർന്നിരിക്കുകൊണ്ട് ഞാൻ നിങ്ങളെ യെരൂശലേമിന്റെ നടുവിൽ കൂട്ടും. വെള്ളിയും താമ്രവും ഇരുമ്പും കറുത്തീയവും വെളുത്തീയവും ഉലയുടെ നടുവിലിട്ട് ഊതി ഉരുക്കുന്നത് പോലെ ഞാൻ എൻ്റെ കോപത്തിലും എൻ്റെ ക്രോധത്തിലും നിങ്ങളെ കൂട്ടി ഉരുക്കും. ഞാൻ നിങ്ങളെ കൂട്ടി എൻ്റെ ക്രോധാഗ്നി നിങ്ങളുടെ മേൽ ഊതും. അങ്ങനെ നിങ്ങൾ അതിൻ്റെ നടുവിൽ ഉരുകിപ്പോകും. താഴേക്കുള്ള ഭാഗങ്ങൾ പിന്നീട് വായിച്ചുകൊള്ളുക. അപ്പോൾ ലോകത്തിൽ ചിതറിക്കിടന്ന യഹൂദനെ ഇസ്രായേലിലേക്ക് മടക്കി കൊണ്ടുവന്ന് കോടീശ്വരന്മാരാക്കി മാറ്റിയിരിക്കുന്നു, സൈനികമായി അജയ്യമായി നിർത്തിയിരിക്കുന്നു. അങ്ങനെ പലതും അവരെക്കുറിച്ച് പറയാനുണ്ട്. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ആളുകളുടെ കയ്യിൽ ഫയലിലുള്ളതെന്നറിയാവോ? കണ്ടോ, ഇസ്രായേലിനെ കണ്ടോ? ഇസ്രായേൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതൊക്കെ നമുക്ക് മറ്റ് രാഷ്ട്രങ്ങളോടും മറ്റ് വംശങ്ങളോടും ഒക്കെ പറയാം. പക്ഷെ ദൈവസഭയുടെ മുമ്പാകെ വന്നിട്ട് ഇസ്രായേലിൻ്റെ മേന്മയൊന്നും പറയാൻ ആരും വരരുത്. ദൈവസഭയുടെ മുമ്പാകെ ഇസ്രായേൽ ഒന്നും അല്ലെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പണ്ഡിതന്മാരൊന്നും ബോഫേഴ്സ് തോക്കുമായിട്ട് വരരുത്. വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്, ആധികാരികമായിട്ടാണ് പറയുന്നത്. ദൈവസഭയുടെ മുമ്പാകെ ഇസ്രായേൽ ഒന്നുമല്ല. ഇസ്രായേൽ വാക്തത്വമുള്ള ജനമായതുകൊണ്ട് അവരെ ദൈവം പണിയും. ഇപ്പോഴല്ല, ഇപ്പോൾ അവരെ ഒരു രാഷ്ട്രം എന്ന നിലയിൽ ജീവൻ കൊടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു എന്നേ ഉള്ളൂ. അവരെ പണിയാൻ കയ്യിലെടുക്കുന്നത് ദൈവസഭയോടെ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷമാണ്. കാഹളം ധ്വനിച്ച് കർത്താവിൻ്റെ സഭ തൻ്റെ മണവാട്ടി സഭയുടെ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്രായേലിനെ പണിയാനെടുക്കും. യെരൂശലേം എന്ന് പറയുന്ന ഉലയിൽ അവരെ കൂട്ടും. യാക്കോബിൻ്റെ കഷ്ടകാലം ആരംഭിക്കും. ഇതൊക്കെ ബൈബിളിലുള്ള പ്രവചനങ്ങളല്ലേ? ഇതൊന്നും ചിന്തിക്കാതെയാണ് ഓരോരുത്തർ അഭിപ്രായം പറയാൻ വരുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനവർഗം മുടിഞ്ഞു പോകുന്നതല്ല നമ്മൾ പ്രസംഗിക്കുന്നത്. അവരെക്കുറിച്ചുള്ള വാക്തത്വങ്ങളും പ്രവചന നിവൃത്തികളും എല്ലാം പറഞ്ഞിട്ട് ഒടുക്കുക പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ രീതിയിൽ തങ്കവും പൊന്നും ഒക്കെ രത്നങ്ങളൊക്കെ ചിതറിക്കിടക്കുകയാണ്. അത് കുശവന്റെ പണി പോലെ മൺപാത്രങ്ങളെ പോലെ ആയിരിക്കുന്നു. അതിൻ്റെ ശോഭയും മഹിമയൊന്നും ഇന്നില്ല. ആത്മീയമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർക്ക് നിൽക്കാൻ കഴിയില്ല. ഇന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ഒരു യഹൂദന് കടന്നു വരണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലൂടെ അല്ലാതെ കടന്നു വരാൻ കഴിയില്ല. അതിന് യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ല. മനുഷ്യവർഗത്തിന് സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് അടുക്കാൻ ഒരേ ഒരു വഴിയേ വെച്ചിട്ടുള്ളൂ. അത് യേശു ക്രിസ്തു എന്ന വഴിയാണ്. അത് കാൽവറിയിലെ ക്രൂശ് എന്ന വഴിയാണ്. വേറെ ഒരു വഴിയുമില്ല.
സുവിശേഷം എന്ന ഒരേ ഒരു വഴിയുള്ളൂ. യഹൂദന് പ്രത്യേകിച്ച് എക്സ്ക്യൂസ് ഒന്നുമില്ല. അവർക്ക് വേണ്ടി വേറെ ബൈപ്പാസ് ഒന്നും പണിതിട്ടില്ല. പണ്ഡിതന്മാരെല്ലാം കേട്ടോണം, ഇസ്രായേലിന് വേണ്ടി വേറെ ബൈപ്പാസ് ഒന്നുമില്ല. ഇന്ന് ഒരു യഹൂദൻ മരിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവില്ലാതെ മരിച്ചാൽ, ഇസ്രായേൽ ദേശത്ത് പലരും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവസഭയുടെ ഭാഗമായ യഹൂദന്മാരുണ്ട് കേട്ടോ. 1, 2, 3 നൂറ്റാണ്ടിൽ ആദ്യകാലത്ത് കടന്നു വന്നവരിൽ ഏറിയ പങ്ക് യഹൂദന്മാരല്ലായിരുന്നോ? പിന്നത്തേതിൽ ആ വരവ് കുറഞ്ഞുപോയി. ഈ കാലഘട്ടത്തിൽ അവിടങ്ങളിൽ യഹൂദന്മാർ ക്രിസ്തീയ സഭയുടെ ഭാഗമാകുന്നുണ്ട്. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുണ്ട്. അവനാണ് ഞങ്ങളുടെ വാഗ്ദത്ത മെശിഹ എന്ന് അംഗീകരിച്ചുകൊണ്ട് കാൽവറി ക്രൂശിന്റെ ചുവട്ടിൽ മുഴങ്കാൽ മടക്കുന്ന യഹൂദന്മാരുണ്ട്. നാമമാത്രമായിട്ടേ ഉള്ളൂ എന്ന് മാത്രം. ബാക്കി വരുന്ന യഹൂദന്മാരിൽ നല്ലൊരു പങ്കും ദൈവവിശ്വാസികളല്ല. ബാക്കിയുള്ളവർ അവരുടെ ആ പഴയ നിയമത്തിൻ്റെ പ്രമാണങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകാനായിട്ടൊരു ശ്രമമൊക്കെ നടത്തുന്നുണ്ടെന്ന് മാത്രം. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇന്നൊരു യഹൂദ റബ്ബി മരിച്ചാലും ബെഞ്ചമിൻ നെതന്യാഹു മരിച്ചാലും ഞാൻ തീർത്തു പറയാണ്, ക്രിസ്തു ഇല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാതെ മരിച്ചു കഴിഞ്ഞാൽ അവരെ കാത്തിരിക്കുന്ന സ്ഥലം കീഴേ പാതാളമാണ്, അഥവാ ടോർമെന്റിങ് പ്ലേസ് ആണ്. ഇത് തിരിച്ചറിയാൻ 6th സെൻസ് ഒന്നും വേണ്ട, ബൈബിൾ പഠിച്ചാൽ മതി. കാഹളം ധ്വനിച്ച് സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നത്തേതിൽ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയായ അവരെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. അത് റോമാലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, പഴയ നിയമ പ്രവചനങ്ങളിലെല്ലാം എഴുതിയിട്ടുണ്ട്. അവരെ യഥാസ്ഥാനപ്പെടുത്തും ഒരു രാഷ്ട്രം എന്ന നിലയിൽ. പക്ഷെ ഇന്ന് യഹൂദന് ഒരു ഗോൾഡൻ ചാൻസാണ് ദൈവസഭയുടെ ഭാഗമാകുവാൻ. ഗോൾഡൻ ചാൻസാണ്. പക്ഷെ കണ്ണ് തുറക്കാത്തതുകൊണ്ട് മനസ്സിലാകുന്നില്ല. അവൻ യഹൂദൻ്റെ പാരമ്പര്യവും അവൻ്റെ പിതാക്കന്മാരുടെ കാര്യവും അവൻ്റെ ഇടപാടുകളും അതും ഇതുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നെ ഊറ്റം കൊണ്ടിങ്ങനെ നടക്കുകയാണ്. ദൈവമില്ല ദേവനുമില്ലാതെ ഊറ്റം കൊണ്ട് നടക്കുകയാണ്. ഒരു ദൈവികമായ സംരക്ഷണവും കവചവും അവരുടെ മേലുണ്ട്. അതെല്ലാം പൊളിറ്റിക്കലിയാണ് സഹോദരങ്ങളെ, ആത്മീയമായിട്ടല്ല. അതൊക്കെ പൊളിറ്റിക്കലിയാണ്, അഥവാ രാഷ്ട്രീയമായിട്ടാണ്. അതൊന്നും ആത്മീയമായിട്ടല്ല. ആത്മീയമായിട്ട് അവൻ ഇന്നും കണ്ണടഞ്ഞ് കിടക്കുന്നവരാണ്. ആത്മീയമായിട്ട് ഇന്നും കണ്ണടഞ്ഞ് കിടക്കുന്ന ഒരു സമൂഹമാണ് യഹൂദന്മാർ, അഥവാ ഇസ്രായേല്യർ. ഇപ്പം ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങളുടെ തുടർച്ച എന്നോണം തന്നെയാണ് ഇന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവന്നത്. തുടക്കത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു ജനവർഗം ഒരു വിസ്മയമാണ്. അവരെ ഈ പ്രവാസത്തിൽ നിന്നൊക്കെ മടക്കി കൊണ്ടുവന്നതിന് ശേഷം ആ ജനവർഗം ഈ ലോകത്തിന് എന്തുമാത്രം അനുഗ്രഹമായി തീർന്നു എന്നുള്ളത് ചരിത്രം പഠിക്കുന്നവർക്കറിയാം. എന്തുമാത്രം നൊബേൽ സമ്മാനങ്ങളാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്, എന്തുമാത്രം കണ്ടുപിടുത്തങ്ങളാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അവരുടെ സപ്പോർട്ടിലൂടെ മറ്റുള്ളവർ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങൾ അസംഖ്യമാണ്. ഇന്ന് ഈ ലോകത്തിൻ്റെ നിയന്ത്രണങ്ങളും പല കാര്യങ്ങളിലും യഹൂദൻ്റെ സംഭാവന വളരെ വലുതാണ്. അതൊക്കെ നിസ്തുല്യമായ കാര്യങ്ങളാണത് നമ്മൾ നന്ദിയോടെ ഓർക്കുകയാണ്. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ സംവിധാനങ്ങളിലെല്ലാം യഹൂദൻ്റെ കയ്യൊപ്പുണ്ട്. പല കാര്യത്തിലും ഇന്നതൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. പല കാര്യത്തിലും അവർ ലോകത്തിന് ഒത്തിരി പ്രയോജനം ചെയ്തു, ഉപകാരം ചെയ്തു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നിത്യരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്ക്യൂസും ഇല്ല. ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. ഇങ്ങനൊരു മെസ്സേജ് പറയാനായിട്ടൊരു ഉത്സാഹത്തിലേക്ക് വന്നതിൻ്റെ കാരണവും കൂടെ അങ്ങ് പറഞ്ഞേക്കാം. ചില പ്രമുഖരായ പാസ്റ്റേഴ്സ്, ആ പാസ്റ്റേഴ്സിൻ്റെ പ്രസംഗം നിങ്ങളിൽ പലരും കേൾക്കുന്നതാണ്. അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, യഹൂദൻ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, അവൻ എങ്ങനെ ചത്താലും സ്വർഗത്തിൽ വരുമെന്ന്. അവർ പറയുന്നത് കേട്ട് നമ്മൾ തലയെ കൈവച്ചു പോകും. കാരണം അതൊക്കെ ദുരന്തപൂർണമായ പഠനങ്ങളും വ്യാഖ്യാനങ്ങളും ഉപദേശങ്ങളുമാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശിനെ നിരാകരിച്ചുകൊണ്ട് യഹൂദന് വേണ്ടി ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യം ഇല്ലെന്നാണ് ഈ മെസ്സേജ് കൊണ്ട് പറയാനായിട്ട് ഞാൻ പരിശ്രമിച്ചത്. ഇനി വിട്ടുപോയ മറ്റൊരു കാര്യം കൂടെ ഒന്ന് പൂരിപ്പിച്ചേക്കാം. അതായത് യഹൂദനെ സംബന്ധിച്ച് അന്നും ഇന്നും കണ്ണിന് കണ്ണ് പല്ലിന് പല്ലാണ്. എന്നാൽ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവരുടെ രക്ഷകനും നാഥനുമായ ക്രിസ്തു ക്രൂശിൽ കടന്നുകൊണ്ട് പറഞ്ഞത്, തന്നെ ഉപദ്രവിക്കുന്നവരെ കുറിച്ച് പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടൊരു ക്രൈസ്തവൻ്റെ മനോഭാവം എപ്പോഴും സകല മാനവവർഗത്തോടും സഹാനുഭൂതിയും സ്നേഹത്തോടു കൂടി ആയിരിക്കണം. നമ്മുടെ ചുറ്റും ധാരാളം മതങ്ങളുണ്ട്. ആ മതങ്ങളിലൊക്കെയുള്ള സകല ജനത്തെയും നാം സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ്. എങ്കിൽ മാത്രമേ നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാകുകയുള്ളൂ. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആ വാക്ക് തന്നെ വളരെ വിശാല അർത്ഥത്തിൽ എടുക്കണം. ലോകത്തിൽ കോടാനുകോടി ക്രൈസ്തവരുണ്ട്. ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറയും.
പക്ഷെ ആ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരും ക്രൈസ്തവരെന്ന് പറയുന്നവരൊന്നും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരല്ല. തിരിച്ചറിയണം കേട്ടോ. ഇന്ന് ക്രിസ്ത്യൻസ് എന്നുള്ള പേരിൽ ലോകം മുഴുവനും അറിയപ്പെടുന്ന ആളുകളിൽ മെജോറിറ്റിയും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരല്ല. ആ കാരണത്താൽ അവരിൽ പലരുടെയും ഉള്ളിൽ വെറുപ്പുണ്ട്, വൈരാഗ്യമുണ്ട്, പകയുണ്ട്. ഞാൻ തുറന്നു പറയുകയാണ്, ഇന്ന് കാണുന്ന ഈ മതങ്ങളിലൊക്കെയുള്ള ആളുകൾ സത്യക്രിസ്ത്യാനികളോട് ഇന്ന് കാണുന്ന ഈ മതങ്ങളിലൊക്കെയുള്ള ആളുകൾ സത്യക്രിസ്ത്യാനികളോടും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനോടൊക്കെ അവർ പെരുമാറുന്ന ചില പെരുമാറ്റങ്ങളുണ്ട്, അവിടെ ചില രീതികളുണ്ട്. ഉഗ്രരൂപത്തിൽ ഇടപെടും. നമ്മൾ വായിച്ചതുപോലെ ഉഗ്രഭാവമുള്ള ജാതികളാണ് പലതും. പക്ഷെ നമ്മൾ അവരെ സ്നേഹിക്കുന്നു. അവരുടെ മതത്തെയും മതത്തിൻ്റെ ഐഡിയോളജി ആശയങ്ങളെയും നമ്മൾ പാടേ തള്ളിക്കളയുന്നു. ഈ പറയുന്ന ഒരു മതത്തിലും ഒരു നന്മയും ഇല്ല. അത് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ഈ പറയുന്ന ഒരു മതങ്ങളിൽ ഒരു നന്മയും ഇല്ല. ഈ മതങ്ങളെല്ലാം ആളുകളെ തമ്മിലടിപ്പിക്കുക ചെയ്തിട്ടുള്ളൂ. അതേസമയം ക്രിസ്തുവിൻ്റെ മാർഗം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മാർഗമാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന പലർക്കും തോന്നും, അയ്യോ അവരങ്ങനെ കുരിശുയുദ്ധത്തിന് വന്നു, ഇവർ കുരിശുയുദ്ധത്തിന് വന്നു, അവർ ബോംബിട്ടു, ഇവർ ബോംബിട്ടെന്നൊക്കെ. എൻ്റെ പൊന്നു സഹോദരൻ, നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ക്രൈസ്തവ ലോകം എന്ന് പറയുന്നത് വിശാല അർത്ഥത്തിലെടുക്കണം. ആ ആളുകളൊന്നും ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങളോ ക്രിസ്തുവിൻ്റെ ചട്ടങ്ങളോ ഒന്നും പാലിക്കുന്നവരല്ല. ക്രൂശി കിടന്ന് ക്രിസ്തു എന്താ പറഞ്ഞത്? ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത്. ആ ഒരു മനോഭാവത്തിലല്ല എല്ലാ മനുഷ്യരും. അപ്പോൾ ആളുകൾ ചോദിക്കുന്നത്, നിന്റെ വീട്ടിൽ കയറി ഒന്ന് ബോംബും പടക്കമൊക്കെ പൊട്ടിക്കുന്ന ഹമാസിനെ നീ ഉമ്മ വെച്ച് വിടുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വർഗത്തിലെ ദൈവം അറിയാതെ ഒരു ഹമാസും നമ്മുടെ കോമ്പൗണ്ടിൽ കടക്കില്ല. അത് ആദ്യം പഠിക്കണം. ഒരു ക്രൈസ്തവൻ തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ അതിരിലേക്ക് ഒരു ഹമാസോ ഒരു കൂത്തിയോ ഊത്തിയോ ഏതവനും കാലെടുത്ത് വെക്കണമെങ്കിൽ സ്വർഗം തീരുമാനിക്കണം. ഒക്ടോബർ 7 അങ്ങനെ സംഭവിച്ചെങ്കിൽ സ്വർഗത്തിലെ ദൈവം അറിയാതെയല്ല. സ്വർഗത്തിലെ ദൈവം അറിയാതെയല്ല. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് സ്വർഗദൂതന്മാരുടെ കാവലും അകമ്പടി അവനുണ്ട്. ഇസ്രായേലും സംരക്ഷിതരായ ജനം തന്നെയാണ്. പക്ഷേ അവർ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എറിഞ്ഞു കളഞ്ഞുകൊണ്ട് ലോകത്തിൽ വളരെ ദുഷ്ടതയിൽ ദൈവത്തെ വെറുപ്പിക്കുന്ന, കോപിപ്പിക്കുന്ന ഒത്തിരി രാജ്യങ്ങളും പട്ടണങ്ങളുമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പട്ടണമാണ് ടെലവീവ് എന്ന് പറയുന്നത്. ആ ടെലവീവിൻ്റെ തെരുവുകളിലൂടെ പോകുന്ന LGBT എന്ന് പറയുന്ന ആ സമൂഹത്തിൻ്റെ അഴിഞ്ഞാട്ടം അങ്ങനെ തന്നെയല്ലാതെ വേറെ വാക്കുകളില്ല. ഭയങ്കര അഴിഞ്ഞാട്ടം. ലേവ്യ പുസ്തകമൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അത്തരക്കാരുടെ മേൽ വരുന്ന ദൈവത്തിൻ്റെ ഉഗ്ര കോപത്തെക്കുറിച്ചൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കോപം റോമാലേഖനം 1-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ആ കാര്യം പിന്നെയും എടുത്തു പറയുകയാണ്, ദൈവത്തിൻ്റെ കോപം. അപ്പോൾ ഇസ്രായേലിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആ കോപം നിൽക്കുന്നുണ്ട്. വാക്തത്വമുള്ളത് കൊണ്ടാണ് ആ കോപം അവരുടെ മേൽ വീഴാതെ നിൽക്കുന്നത് ഇപ്പോൾ. പക്ഷെ ദൈവത്തിൻ്റെ സമയം വരണം. യാക്കോബിൻ്റെ കഷ്ടകാലം ആരംഭിക്കും. അതിന് സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടണം. സഭ ഇന്നിവിടെ ഉള്ളതുകൊണ്ടാണ് ആ കാര്യങ്ങളിലൊക്കെ ഒരു തടസ്സമായി നിൽക്കുന്നത്. സഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കാര്യപരിപാടി ആരംഭിക്കുകയാണ് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കണം. അരമുറിയായിട്ട് പഠിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയാൻ ശ്രമിക്കരുത്. സമഗ്രമായ പഠനങ്ങളിലേക്ക് വരണം. സമഗ്രമായ പഠനങ്ങളിലേക്ക്. ഞാൻ പറഞ്ഞു, ഇന്ന് ഏതൊരു ഇസ്രായേലിനും വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് തങ്ങളുടെ മശിഹായെ അംഗീകരിക്കാൻ പാകത്തിന്. അവരിൽ ബഹുഭൂരിപക്ഷം അത് അംഗീകരിക്കില്ലെന്നുള്ളതാണ് സത്യം. ഒരു മൈനോറിറ്റി അംഗീകരിച്ചാലായി. പക്ഷെ അവർ അംഗീകരിക്കുന്നൊരു സമയമുണ്ട്, അവരുടെ കണ്ണു തുറക്കുന്നൊരു സമയമുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ, തൻ്റെ 2ാം വരവിനോടുള്ള ബന്ധത്തിൽ അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. അന്ന് അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. അവരുടെ ഉള്ള ഉരുകിപ്പോകും. അവരുടെ സൗഖ്യത്തിനായി ഒരു ഉറവ തുറക്കുന്ന കാലമാണത്. അന്നേ അവർക്ക് കണ്ണ് തുറക്കുകയുള്ളൂ വേണ്ട വിധത്തിൽ. അതുവരെ അവരിങ്ങനെയൊക്കെയേ പോവുകയുള്ളൂ. അപ്പം നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പാകെ പറയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം ഓർത്തു വെച്ചുകൊണ്ട് വേണം പറയാനായിട്ട്. ഇന്ന് ദൈവത്തിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് തൻ്റെ സഭയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അവരെ താൽക്കാലികമായി അവിടെ കനാനിൽ കൊണ്ടുവന്നിരിക്കുന്നു. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതായത് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തു, അത് ഗിയർ മാറി ആക്സിലേറ്റർ കൊടുക്കുമ്പോഴാണ് വണ്ടി മുൻപോട്ട് പോകുന്നത്. ഒരു വാഹനം അങ്ങനെയല്ലേ മുൻപോട്ട് പോകുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ചാവി ഇട്ടു, സ്റ്റാർട്ട് ചെയ്തു. ഗിയർ മാറി ആക്സിലേറ്റർ കൊടുക്കണമെങ്കിൽ അതിനിടയിൽ ഒരു റാപ്ചർ നടക്കണം. കർത്താവിൻ്റെ സഭയോടൊന്ന് മാറ്റപ്പെടണം. മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ
ഗിയർ മാറും. ഇസ്രായേൽ എന്ന് പറയുന്ന വാഹനം ആ ഓർഡിനറി ട്രെയിൻ അങ്ങ് ഓടിത്തുടങ്ങും. ദൈവസഭ എന്ന് പറയുന്ന സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ അങ്ങ് കടന്നു പോകണം. അതങ്ങ് പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഓർഡിനറി ട്രെയിൻ, ആ രണ്ട് വാക്കിൽ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ അന്തരം പഠിക്കാൻ പറ്റും. ഇസ്രായേലിനെ ഒരു ഓർഡിനറി ട്രെയിനോടെ ചിത്രീകരിക്കാൻ പറ്റൂ. ദൈവസഭ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ്, വന്ദേ ഭാരതാണ്. അതതിൻ്റെ മഹിമയോടും ശക്തിയോടും അധികാരത്തോടും കടന്നു പോവുകയാണ്. മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഇസ്രായേലിന് F-35 ഉണ്ട്, മറ്റേ ബങ്കർ ബസ്റ്റർ B-2 ഉണ്ട് ബോംബിടാനായിട്ട്. അതൊക്കെ ഏത് ബങ്കറും പൊളിക്കും. അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ അങ്ങനെയാണ്. ദൈവസഭയുടെ കയ്യിലുള്ള ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, അത് കോട്ടകളെ തകർക്കുന്ന ആയുധങ്ങളാണ്. കർത്താവിൻ്റെ സഭയെയും ഇസ്രായേലിനെയും ചേർത്ത് നിർത്തി പഠിച്ചോണം കേട്ടോ, പഠിച്ചോണം. മണ്ടത്തരങ്ങൾ പറയരുത്. മണ്ടത്തരങ്ങൾ പറഞ്ഞ ചിലരോടുള്ള ബന്ധത്തിലൊരു മറുപടി എന്നോണവും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു മെസ്സേജിലേക്ക് നമ്മൾ കടന്നത്. ഇന്നൊരു മെസ്സേജിലേക്ക് കടന്നത്. ഈ പറയപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക, ഇതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുക. ഗഹനമായ ഗൗരവമായ വിഷയമാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 10 മിനിറ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പലർക്കും ദഹിച്ചില്ല. അതുകൊണ്ടാണ് 1 മണിക്കൂറിലധികമുള്ള വീഡിയോയിലൂടെ നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തെ മടക്കി വരുത്തിയിരിക്കുന്നത് യെരുശലേം എന്ന് പറയുന്ന ഫർണസിലാണ്. അവർ കിട്ടമായി തീർന്നിരിക്കുന്നു. അവരെ ഉരുക്കണം. വെള്ളി ഉരുക്കും പോലെ, പൊന്നിനെ ഉരുക്കിയെടുത്ത് ശുദ്ധി ചെയ്യുന്ന പോലെ അവരെ ശുദ്ധി ചെയ്തെടുക്കും. അതിനുള്ള സമയം വരുന്നേ ഉള്ളൂ. ഉലയിൽ വിറകും കാര്യങ്ങളൊക്കെ ഇട്ടു, തീ അങ്ങ് കൊടുത്താൽ മതി. ഇനി തീ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് കർത്താവിൻ്റെ സഭ, മണവാട്ടി സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അതിനുള്ള സമയം, കാലം ഏറ്റവും ആസന്നമായിരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയത്. ഈ കേൾക്കപ്പെട്ട വചനങ്ങൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പ്രയോജനമാകട്ടെ, അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.